നമ്മുടെ കേരളത്തിനാകെ അപമാനകരമായ രീതിയിൽ ജാതീയ അധിക്ഷേപവും വംശീയ അധിക്ഷേപവും നടത്തിക്കൊണ്ടുള്ള കലാമണ്ഡലം സത്യഭാമ എന്ന ഒരു കലാകാരിയുടെ പ്രസ്താവന നമ്മളെല്ലാം കേട്ടു. കഴിഞ്ഞൊരു സമയത്താണ് ഇങ്ങനെയൊരു വേദി ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇതിനോടകം തന്നെ വലിയ പ്രതീക്ഷകരമാണ് കേരളത്തിലെമ്പാടും സംഘടിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഡിവൈഎഫ്ഐ മാത്രമല്ല, മതനിരപേക്ഷ മനസ്സുള്ള മുഴുവൻ മനുഷ്യരും ഈ ജാതീയ വംശീയ അധിക്ഷേപത്തിനെതിരായി ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ പ്രിയപ്പെട്ട ഡോക്ടർ RLV രാമകൃഷ്ണനുമായി സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടി അനുമതിയോടുകൂടി ഒരു പ്രതിഷേധ പരിപാടിയിൽ അദ്ദേഹം നൃത്തം അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ നൃത്തം സംഘടിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പരിപാടിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വാഗതം പറയുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് കെ ഷബീറിനോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കലാകാരന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട ചാലക്കുടി നാട്ടുകാരെ, എനിക്ക് മുൻപ് ഇവിടെ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് സഖാവ് RL ശ്രീലാൽ പറഞ്ഞ പോലെ ഇന്ന് കേരളത്തിൽ നമ്മുടെ ചാലക്കുടിയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. വേറെ ഒന്നുകൊണ്ടല്ല, ജാതിപരമൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ, നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും നമ്മുടെ ദേശത്തുള്ളതായ RL രാമകൃഷ്ണനെ ജാതിപരമൊക്കെ ആക്ഷേപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, സത്യഭാമ കലാമണ്ഡലത്തിലെ ഒരു പ്രശസ്ത വ്യക്തി ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ ഈ നാട് ഒന്നാകെ, ഡിവൈഎഫ്ഐ പോലെയുള്ള ഇടതുപക്ഷ സംഘടന ഒന്നാകെ നമ്മുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠതുല്യനായ, നമ്മുടെ പ്രിയപ്പെട്ട നടത്തകനായ, അധ്യാപകനായ, സിനിമാനടനായ നമ്മുടെ RLV രാമകൃഷ്ണൻ ചേട്ടന് ഞങ്ങൾ ഐക്യദാർഢ്യം പറയുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പൊതുയോഗം, ഈ പ്രദേശ സംഘം ഉദ്ഘാടനം ചെയ്യുന്നത് ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് സഖാവ് സനോജ് സഖാവാണ്. അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുകയാണ് എത്തിച്ചത്. അതുപോലെ പ്രശസ്ത കവി ചന്ദ്രശേഖരൻ, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് സുനിത MS, CPM ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി KS അശോകൻ, PKS ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി CK ശശി, കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സഖാവ് ഡെനീസ് ആന്റണി, ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് സഖാവ് RL ശ്രീലാൽ, DFI ജില്ലാ ട്രഷറർ KS സെന്തിൽകുമാർ, DFI സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് KS റോസൽരാജ്, DFI ജില്ലാ സെക്രട്ടറി അംഗം സഖാവ് ദിനേശ് കുമാർ, പ്രിയപ്പെട്ട നമ്മുടെ നഗരസഭ പ്രതിപക്ഷ നേതാവും നമ്മുടെ പ്രിയ RL രാമകൃഷ്ണ സുഹൃത്തും കൂടിയായ സഖാവ് CS സുരേഷ്, ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ കലാകാരന്മാർക്കും നാട്ടുകാർക്കും എല്ലാ ജനാധിപത്യ വിശ്വാസവും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ യുവജനാധ്യക്ഷനായിട്ട് സഖാവ് RL ശ്രീലാലിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊടുക്കും. ഇതിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന സഖാവ് VK സനോജ് അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. ഇവിടെ ഈ പ്രതിഷേധ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രശസ്ത കവിയും മലയാളത്തിന്റെ പ്രിയങ്കരനുമായ ശ്രീ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സംസാരിക്കും. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, പ്രിയപ്പെട്ടവർ, എൻ്റെ ഒരു കവിതാ പുസ്തകം എടുത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ ആണ് ഇറക്കിയിട്ടുള്ളത്. ആ കവിതാ പുസ്തകത്തിൻ്റെ പേര് കറുത്തവൻ എന്നാണ്. അതിൻ്റെ അവതാരികയിൽ രണ്ടുപേരാണ് അവതാരിക എഴുതിയിട്ടുള്ളത്. ഒരു സ്നേഹക്കുറിപ്പ് വൈഷ്ണവന്മാർക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു വാക്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ജൂനിയർ മാർട്ടിൻ ലൂതർ കിങ് 1963 പറഞ്ഞൊരു കാര്യമാണ്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കറുത്ത കുട്ടികൾ വെളുത്ത കുട്ടികളുമായിട്ട് കളിക്കുന്നത് എനിക്ക് കാണണം, അതൊരു സ്വപ്നം ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം, ഈ പുതിയ കാലത്ത് നമ്മളെ പോലെയുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കേരളത്തിലേക്ക് ഇത്തരം വർത്തമാനം പറഞ്ഞിട്ട്
ഒരു സ്ത്രീ വരികയാണെങ്കിൽ ഒരു ഉളുപ്പില്ലാതാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് കറുപ്പിനെ കുറിച്ചാണ്. അവർ സംസാരിക്കുന്നത് മുഴുവൻ സൗന്ദര്യത്തെ കുറിച്ചാണ്. അവരുടെ ഉള്ളിൻ്റെ നിറം എന്താണെന്നുള്ളതാണ്. ഉള്ളിൽ നിറമില്ല. സ്നേഹമുള്ളൊരു മനസ്സാണ് ഈ പുതിയ കാലത്ത് വേണ്ടത്. എല്ലാവരും മനുഷ്യരാണെന്നുള്ളൊരു വലിയ ബോധത്തിലേക്ക് നമ്മൾ കടന്ന് ചെല്ലേണ്ടതുണ്ട്. ഈ വഴിയിൽ പോയാൽ രാമകൃഷ്ണൻ ഒരു വ്യക്തിയല്ല, ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. എന്നും നിഷേധിക്കപ്പെട്ട അകറ്റി നിർത്തുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് രാമകൃഷ്ണൻ എന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം ഇവരുടെയൊക്കെ ഉള്ളിൽ ഇത്തരം ചിന്തകൾ വെച്ചിട്ടാണ് നമുക്ക് ഇടയിലൂടെ കടന്ന് പോകുന്നത്. ജാതിയുടെയും മതത്തിന്റെയും ഏറ്റവും ഉന്നതമായ പുതിയ കാലത്ത് തന്നെ നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിൽ നമ്മളൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് കറുപ്പ് വെളുപ്പ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്ത്. ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ളതാണ് രാമകൃഷ്ണൻ കഴിവിനാണ് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നിറത്തിനോ അദ്ദേഹത്തിന്റെ ജാതിക്കോ മതത്തിനോ അല്ല. അതംഗീകരിക്കാൻ കഴിവില്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ടീച്ചറായെന്നുള്ളത് പുതിയ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. വീണ്ടും ഉച്ചയ്ക്ക് ശേഷം വീട്ടിലത്തെ വർത്തമാനങ്ങൾ വരുമ്പോൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു വിഷയമല്ല. പക്ഷെ അവരുടെ പൊതു വിചാരങ്ങൾ അറിയാൻ വേണ്ടി അതും കൂടി സഹായകരമാണ്. അത് തന്നെ ഞാനൊരു കവിത ഉദ്ഘാടകർക്ക് ഒരു കവിത വായിക്കാം. കവിതയുടെ പേര് തന്നെ കറുത്തവെന്നാണ്. കറുത്തവൻ അവൻ വിതച്ചത് എത്ര പെട്ടെന്നാണ് മുള പൊട്ടിയത്. പൊടുന്നനെ തന്നെ കൊയ്തെടുത്ത് അറയും പറയും നിറച്ചു തന്നു. അത് കറുത്തവന്റെ കടമ. അവൻ വിതച്ചത് എത്ര പെട്ടെന്നാണ് മുള പൊട്ടിയത്. പൊടുന്നനെ തന്നെ കൊയ്തെടുത്ത് അറയും പറയും നിറച്ചു തന്നു. അത് കറുത്തവന്റെ കടമ. പക്ഷേ അവന്റെ പഠിപ്പും പത്രോസും നമുക്ക് കാണണ്ട. ഉദ്യോഗത്തിലിരിക്കുന്ന അവന്റെ വമ്പ്, ഉന്നതരുടെ നേർക്ക് തിരിയുന്ന അവന്റെ കൊമ്പ്, മാന്യരുടെ ഇടയിലുള്ള അവന്റെ നടപ്പ് അറപ്പ് തോന്നുന്നു. ചതച്ച് കൊല്ലാൻ തോന്നുന്നു. ചേറിൽ കിടന്നവനെ കസേരയിൽ കയറ്റരുത്. അവന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? നെഗളിപ്പിന്റെ അപസ്വരം. കുലീനതകളെ കുടഞ്ഞവൻ കുടൽമാല അണിയുന്നു. അവൻ വിരൽ ചൂണ്ടുന്നത് ആരുടെ നേർക്ക്? അവൻ കാലിത്തുപ്പുന്നത് ആരുടെ മുഖത്ത്? ആർക്കാണത് അറിയാൻ പാടില്ലാത്തത്? അരിഞ്ഞരിഞ്ഞ് കൊല്ലണം എല്ലാറ്റിനെയും. അവരിൽ ചിലർ കാറിൽ പോകുന്നത് കാണാം, നനുത്ത ഇരിപ്പിടങ്ങളിൽ വിശ്രമിക്കുന്നത്. മറ്റു ചിലർ ശീതള ഛായയിൽ മയങ്ങുന്നത്. ഇനിയൊരുത്തരും ഒരിക്കലും അത്തരം അറിയണ്ട. അവസാനിപ്പിക്കണം എല്ലാം. ഇതാ മനുഷ്യനായി പിറന്ന് അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കറുത്ത കുട്ടി വെളുത്തവർക്ക് മുന്നിൽ കത്തി നിന്നു. ഇത് ഡോക്ടർ മൂല ആത്മഹത്യ ചെയ്തപ്പോൾ ദശാമേലിന് എഴുതിയ കവിതയാണ്. ഈ കവിത എഴുതാൻ കാരണം നമ്മൾ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ സൂക്ഷിക്കേണ്ട, നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട ചില ശീലങ്ങളുണ്ട്. ആ ശീലങ്ങളിലേക്ക് നമ്മൾ എത്തിയാലാണ് നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു പുതിയ കാലം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ പല ജാതികൾ നമ്മളത് അറിയാറില്ല. നമ്മളൊക്കെ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ എത്ര പേരുണ്ടായിരുന്നു, ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരുടെ പേരെ നമുക്ക് അറിയുള്ളൂ. അവരുടെ ജാതി മതമൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല. ഇപ്പോഴും അവരുടെ മതത്തെ കുറിച്ച് നമുക്ക് ആദ്യം പോകും. ഇപ്പൊ അടുത്ത കാലത്താണ് കമൽ, കമലിന് അല്ല കേട്ടോ, കമാലിനാണ് ഒരു വിഷയാക്കണത്. ജോസഫ് എന്നല്ല, എന്നാണ് വിദ്യന്റെ പേര് തമിഴ്നാട് ജോസഫ് എന്നാണ്. അപ്പൊ നമ്മുടെ പുതിയ കാലത്ത് ഏറ്റവും മോശമായ ഒരു വർഗീയ ജാതീയ മാർഗത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ കൊണ്ട് എത്തിക്കുകയാണ്. അതിൽ പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ പണ്ടൊക്കെ ലൈബ്രറിയിലൊക്കെ ഇരിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ആളാന്ന് പറയും അല്ലെ. നമ്മുടെ ആളാന്ന് പറയുന്നത് എന്താ? അവനും കേസിന്റെ എസ്എഫിന്റെ ഡിവൈസിന്റെ പാർട്ടി രാഷ്ട്രീയമായിരിക്കും എല്ലാവരും. നമ്മുടെ ആളാട്ടാന്ന് ഇപ്പൊ പറയണത് നമ്മുടെ ആളാട്ടാ.
ജാതിക്കാരനാണ്, നമ്മുടെ മതത്തിന്റെ ആളാണ് എന്ന നിലയിലേക്ക് നമ്മൾ മാറി പോവുകയാണെന്നുള്ളതാണ് ഒരു ശരിക്കും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മനുഷ്യരായിട്ട് കാണേണ്ട ആളുകളെയാണ്. അതായത് മറ്റൊരു അവരുടെ പേര് നാടേറ്റം എന്നാണ്. നാടെങ്ങോട്ട നമ്മുടെ നടയെങ്ങോട്ട, ചോടെങ്ങോട്ട നമ്മുടെ ചുവടെങ്ങോട്ട. നാടെങ്ങോട്ട നമ്മുടെ നടയെങ്ങോട്ട, ചോടെങ്ങോട്ട നമ്മുടെ ചുവടെങ്ങോട്ട. നെഞ്ചിന്റെ കൂട്ടിനുള്ളിരുത്തിയുള്ളോരേ, കണ്ണിന്റെ കനവു ചുരക്കണക്കരിവുള്ളോരേ. പയ്യാരം പറയണതല്ല, എള്ളോളം പൊളിയതുമല്ല. എല്ലാരും ഒന്നായി കണ്ട നല്ലോരെ മറന്നിട്ടല്ല. കളിയല്ലതു കാര്യം പറയാൻ വന്നോരാ നമ്മൾ, വന്നോരാ നമ്മൾ. പിന്നാക്കം ആട്ടും നല്ലോ നൂറ്റാണ്ടോളം, ഉടയോന്റെ ഉറിവി കരക്കണക്കാലത്തോളം. അടിയാന്റെ തല കൊയ്യും ദേശത്തോളം, ചിതലാളിയ ഓലകൾ പറയും കാടത്തത്തോളം. ചൂണ്ടിയ വിരലുകൾ അറുത്തെടുത്ത് ചുട്ടു തിന്നില്ലേ, നെറി പറഞ്ഞ വാക്കുകൾ പറിച്ചെടുത്ത് ഉറഞ്ഞു തുള്ളിയിലേ. എണ്ണി എണ്ണി പറയാനായി വന്നോരാ ഞങ്ങൾ, കണ്ണീർ പുഴകൾ നീന്തി നീന്തി എത്തിയോരാ ഞങ്ങൾ. കാലം മാറിയതറിയില്ലേ, ഇനി വേല നടക്കില്ല, നിങ്ങളുടെ വേല നടക്കില്ല. ചേരു തികഞ്ഞൊരു നാടു പടുക്കാൻ നാടേറ്റം തുടരും, എങ്ങട പോരാട്ടം തുടരും, എങ്ങട പോരാട്ടം തുടരും. അതാണ് എന്തായാലും പണ്ട് ഒരു ഗുരുവിനോട് ശിഷ്യന്മാര് ചോദിച്ചു, ഗുരു എപ്പോഴാണ് യാഥാർത്ഥ്യമായിട്ടുള്ള പ്രഭാതം ഉണ്ടാകുന്നത് എന്ന്. അതിനർത്ഥം ശരിയായ വെളിച്ചം നമ്മുടെ തലയിലൂടെ എപ്പോഴാണ് ഒഴുകുന്നത് എന്ന് കൂടി അർത്ഥമുണ്ട്. ഒരു പീഠത്തിലാണ് ഇരിക്കുന്നത്, കുട്ടികൾ താഴെ പുൽപ്പായിൽ ഇരിക്കുന്നുണ്ട്. കുട്ടിയുടെ സംശയമാണ് പരിശോധിക്കാൻ കാരണം. മറ്റൊരു കുട്ടി ചോദിച്ചു, ഗുരു ആട്ടിൻകുട്ടികളെയും ചെന്നായ്ക്കളെയും തിരിച്ചറിയുമ്പോഴാണോ ഗുരു എന്ന് ചോദിച്ചു. ഒരു കുട്ടി പറഞ്ഞ ആലിലകളെയും ആവിലകളെയും പേരാലിന്റെ ഇലകളെയും ദേവദാരു വൃക്ഷങ്ങളുടെ ഇലകളെയും ഒക്കെ തെളിഞ്ഞൊക്കെ കാണുന്ന ഒരു മുഹൂർത്തത്തെയാണോ എന്ന് പറഞ്ഞു. ഗുരു ഒന്നും മിണ്ടിയില്ല. മറ്റൊരു കുട്ടി മലമുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞ മലമുകളിൽ എന്തോന്നുണ്ട്, എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അത് ഉയരെയാണ്, ദൂരെയാണ്. നമ്മൾ പാറകൾ ചവിട്ടി പടങ്ങൾ കയറി മുകളിൽ എത്തുമ്പോഴാണ് അറിയുന്നത് അതൊക്കെ നല്ല ചന്തമുള്ള കുഞ്ഞു മൺവീടുകളായിരുന്നല്ലോ എന്ന്. അത് നമ്മൾ ഉയരങ്ങൾ താണ്ടി കാണുന്ന സത്യങ്ങളെയാണോ ഗുരു? ഗുരു എന്ന് എപ്പോഴൊന്നുമല്ല. നിന്റെ മുന്നിലൂടെ വരുന്നവരാൾ, അയാൾ ആരായാലും, ഏത് ജാതിക്കാരനായാലും, ഏത് മതസ്ഥനായാലും, നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾക്ക് അയാളെ സഹോദരനായിട്ട് കാണാൻ കഴിയുക? അപ്പോഴാണ് സൂര്യൻ ഉദിക്കുക, ഹൃദയത്തിൽ സ്നേഹത്തിന്റെ സൂര്യൻ ജ്വലിക്കുക. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ കാര്യം ചെയ്യാം, പ്രയത്നിക്കാം. നമുക്ക് സ്നേഹത്തിൽ പറഞ്ഞ് പുതിയ തലമുറ വരെ മനസ്സിലാക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ നമ്മുടെ രാമക്ഷേത്രം ഉണ്ടായിട്ടുള്ള ഈ അനുഭവം രാമക്ഷേത്രം മാത്രമല്ല, ഹൃദയത്തിൽ സ്നേഹം സൂക്ഷിക്കുന്ന എല്ലാവരും നന്മയുള്ളവരാണെന്ന് കരുതുന്ന എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒരു ആഘാതമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനെതിരായിട്ട് നമുക്ക് ശക്തമായിട്ട് എല്ലാ നിലയിലും ശക്തമായിട്ട് പോരടിക്കേണ്ട കാലമായി നമുക്ക് തുടങ്ങണം. ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്തരം മാനസികാവസ്ഥകൾക്കുള്ള എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടരാം. അടുത്തതായി CPIM-ന്റെ ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് അശോകേട്ടൻ സംസാരിക്കുന്നു. ആദരണീയനായ പ്രശസ്ത കവി DO ചന്ദ്രശേഖരൻ, നമ്മുടെ വേദിയിലും സദസ്സിലുമായിട്ടുള്ള ബഹുമാനരെ, നമ്മുടെ നാട്
കാലത്തെ ത്യാഗസഹനങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഭാഗമായി രൂപപ്പെട്ട നവോത്ഥാന ജനാധിപത്യ സമൂഹം അതിവേഗം പിറകോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദരണീയനായ ഡോക്ടർ RV രാമകൃഷ്ണന് നേരെ ഉണ്ടായ വംശീയ അധിക്ഷേപം അപലപനീയമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. എന്നെപ്പോലുള്ള ആളുകൾ ഇത് തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമായി കാണുന്നില്ല. നമ്മുടെ നാടിന് സംഭവിക്കുന്ന, നമ്മുടെ രാജ്യത്തിനും പൊതുസമൂഹത്തിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തിന്റെ പ്രതിഫലനമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. വംശീയത അതിതീവ്ര സ്വഭാവത്തിൽ നമ്മുടെ സമൂഹത്തിൽ വേരുന്നവയാണ്. അതിവേഗത്തിൽ ജനമനസ്സുകളെ ആപൽക്കരമാംവിധം കീഴടക്കിക്കൊണ്ട് വംശീയത പിടിമുറുക്കുകയാണ്. അതിതീവ്ര ദേശീയത അത് കവിതയിലൂടെ ബഹുമാനപ്പെട്ട ചന്ദ്രശേഖരൻ ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതിവേഗത്തിൽ പിടിമുറുക്കുകയാണ്. ഇവിടെ കലാമണ്ഡലം എന്ന് പറയുന്ന ഒരു സ്ഥാപനം നവോത്ഥാന കാലത്ത്, സ്വാതന്ത്ര്യ സമര കാലത്ത്, സ്വാതന്ത്ര്യ സമരത്തിനും സാമൂഹ്യ നവീകരണത്തിനും വേണ്ടി പ്രവർത്തിച്ച വള്ളത്തോൾ നാരായണമേനോൻ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധ കവിയുടെ നാമധേയത്തിൽ അദ്ദേഹം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ പഠിച്ചു വളർന്നു എന്ന് വിശേഷിപ്പിക്കുന്ന കലാമണ്ഡലം സത്യഭാമ, ആ പേരിൽ എവിടെയെങ്കിലും സത്യമുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കലാമണ്ഡലം എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ സ്ഥാപനത്തിന് തന്നെ അപമാനം വരുത്തി വെച്ചിരിക്കുകയാണ്. ആ കലാകാരി എന്ന വാക്ക് പ്രയോഗിക്കാൻ കഴിയുമോ എന്ന പ്രശ്നം ഞാൻ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇടുകയാണ്. ആ സ്ഥാപനത്തിന് തന്നെ വള്ളത്തോൾ നാരായണമേനോൻ എന്ന് പറയുന്ന മഹാകവിക്ക് തന്നെ സ്നേഹത്തെക്കുറിച്ച്, പ്രേമത്തെക്കുറിച്ച് എല്ലാം പാടിയ, എല്ലാറ്റിനേക്കാളും വലുത് പ്രേമമാണ് എന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ മഹാകവിയുടെ പേര് ആ സ്ഥാപനത്തിൽ പഠിച്ച ആളാണ് എന്നാണ് പറയുന്നത്. ഇത് കേവലം സത്യഭാമയിൽ ഒതുങ്ങുന്നൊരു വിഷയമല്ല. ഈ വംശീയ അധിക്ഷേപം, ജാതീയ അധിക്ഷേപം, കറുത്തവരോടും കീഴാളരോടും മതന്യൂനപക്ഷങ്ങളോടുമുള്ള പുച്ഛം, അവരോടെല്ലാമുള്ള വെറുപ്പ്, നമുക്ക് സുരേഷ് ഗോപിയുടെ പരാമർശം, അദ്ദേഹം ഒരു മഹാനടനാണ്. അതുകൊണ്ട് ഈ കേരള സമൂഹം അതുകൊണ്ട് നടത്തിയ പ്രതികരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബ്രാഹ്മണനായി ജനിക്കണം, അപ്പോൾ അബ്രാഹ്മണർ അവരുടെ ജന്മം നീചമാണ് എന്ന മനുസ്മൃതിയുടെ ആദർശത്തെ അദ്ദേഹം അനാവരണം ചെയ്യുകയാണ്. അബ്രാഹ്മണനായി ജനിക്കുന്നത് നീചജന്മമാണ് എന്ന മനുസ്മൃതിയുടെ ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. അത് ആ നിലയിൽ എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട്? ഒരു ബ്രാഹ്മണനായി, നമ്പൂതിരിയായി എനിക്ക് പുനർജന്മം ഉണ്ടാകണം, മരിച്ച് മണ്ണടിഞ്ഞ് മണ്ണോട് അലിഞ്ഞു ചേർന്ന് പുതിയൊരു ജന്മം ഉണ്ടാകണം. അതായത് നീചജാതിയിൽപ്പെട്ട ദളിതനും പിന്നോക്കക്കാരനും അബ്രാഹ്മണനുമായ ഒരാൾക്ക് ദേവന്മാരെ പൂജിക്കുക എന്നത് അസാധ്യമാണ്, ജന്മനാൽ അവർ നീചരാണ് എന്ന ആശയത്തെ യാതൊരുവിധ മടിയും കൂടാതെ ഈ പ്രബുദ്ധ കേരളത്തിൽ അത്തരം ഒരു ആശയം മുന്നോട്ട് വെക്കാനുള്ള ഒരു ചങ്കൂറ്റം അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാ അയ്യങ്കാളിയും പൊയ്കയിൽ യോഹന്നാനും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ പോലുള്ള നവോത്ഥാന നായകർ ഉഴുതുമറിച്ച് നവീകരിച്ച ഈ മണ്ണിൽ നിന്ന് ഈ 3.5 കോടി മലയാളികളുടെ മുഖത്ത് നോക്കി ഇത്തരം ഒരു ബ്രാഹ്മണിക്കനായ വരേണ്യമായ ആശയത്തെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായില്ല എന്നതാണ്. ഇത് എവിടെ ചെന്നാണ് അവസാനിക്കുക? വിവിധ രാജ്യങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ ഏത് നിലയിലാണ്? ചിലയിടത്തെല്ലാം മുസ്ലിങ്ങളോടുള്ള വിരോധമായി, മറ്റിടത്തെല്ലാം ക്രിസ്ത്യൻ വിഭാഗങ്ങളോടുള്ള വിരോധമായി, ചിലയിടങ്ങളിൽ ദളിതരോടും പിന്നോക്കക്കാരോടുള്ള വിരോധമായി, വംശീയതയും മതവെറിയും തീവ്ര മതദേശീയതയും എല്ലാം അതിവേഗത്തിൽ ജനമനസ്സുകളിൽ പടർന്നു പിടിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ ഇത് പ്രശ്നം വ്യക്തിപരമല്ല. കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു കലാകാരൻ മറ്റൊരു അവസരത്തിൽ പറഞ്ഞത്
നമ്മളെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു നീചമായ വ്യവസ്ഥയുടെ ഭാഗമായി നമ്മളെല്ലാം, നമ്മുടെ പൂർവികർ എല്ലാം പാളയിൽ കഞ്ഞി കുടിച്ചവരാണ്. മനുഷ്യനെ തമ്പ്രാനെന്ന് വിളിച്ചവരാണ്. അപ്പൊ മനുഷ്യനെ തമ്പ്രാനെന്ന് വിളിക്കുന്ന ഒരു വ്യവസ്ഥ, അത് അനീതിയുടെ വ്യവസ്ഥയാണെന്നും ഒരു മനുഷ്യൻ പാളയിൽ കഞ്ഞി കുടിക്കുന്നത്, കുഴി കുത്തി അതിൽ ഇല വിരിച്ച് കഞ്ഞി കുടിക്കുന്നതെല്ലാം മനുഷ്യത്വത്തിനെതിരാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് പൊരുതി നേടിയ നമ്മുടെ അവകാശം, അതെല്ലാമാണ് ജനാധിപത്യ കേരളത്തിൽ രൂപപ്പെടുത്തിയത്. എന്നാൽ ആ പാളയിൽ കഞ്ഞി കുടിക്കുന്നതും മണ്ണിൽ കുഴികുത്തി ഇലയിൽ കഞ്ഞി കുടിക്കുന്നതെല്ലാം ഗൃഹാതുരത്വത്തോടു കൂടി, വലിയ അഭിമാനബോധത്തോടു കൂടി മലയാളികളുടെ മുമ്പിൽ അവതരിപ്പിച്ച കൃഷ്ണകുമാർ എന്ന കലാകാരൻ, അതിനെതിരെയുള്ള പ്രതികരണം ദുർബലമായിരുന്നു. അതിനൊരു കാരണമുണ്ട്. നമ്മെ ഭരിക്കുന്നത് വരേണ്യതയാണ്, ബ്രാഹ്മണ്യമാണ്. ഇവിടെ ശ്രീരാമകൃഷ്ണനെതിരെ ഉണ്ടായത് വരേണ്യതയുടെ, ബ്രാഹ്മണ്യത്തിന്റെ പൊട്ടിയൊഴുക്കലാണ്. അതിന്റെ ദുഷിച്ച ഭാഗങ്ങൾ പൊട്ടിയൊഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊരു കലാമണ്ഡലം സത്യഭാമയുണ്ടാകും ഒരു സമയം, മറ്റൊരു സമയം അത് വേറെ ആളായിരിക്കും. ഒരു സമയം ദളിതർക്കും കറുത്തവർക്കും എതിരായിരിക്കും, മറ്റൊരു സമയം അത് മതനിരപേക്ഷകർക്കെതിരായിരിക്കും. ഏത് വിധേയയായാലും മനുഷ്യൻ ഒന്നാണ് എന്ന സമത്വത്തിന്റെ ബോധത്തെ വലിയ തോതിൽ കടന്നാക്രമിച്ചുകൊണ്ട് മനുഷ്യൻ പലതാണ് എന്നും മനുഷ്യനെ പലതായി കാണാൻ കഴിയും എന്ന വിവേചനത്തിന്റെ ഒരു ബോധ്യവും നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെടുത്താൻ വേണ്ടി അതിശക്തമായ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുക, അതിന് മേൽക്കൈ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്തരം നിലപാടുകൾക്ക് മേൽക്കൈ കിട്ടുന്നു എന്ന് മാത്രമല്ല, ഇത്തരം നിലപാടുകൾ, ബ്രാഹ്മണ്യത്തിന്റെയും വരേണ്യതയുടെയും ഈ നിലപാടുകൾ രാജ്യം തന്നെ ലഭിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മൾ ഇതിലൊന്നും കണ്ട് ഞെട്ടിയിട്ട് കാര്യമില്ല. അവർ കൃത്യമായ ഒരു നിലപാടിൽ നിന്നാണ് സംസാരിക്കുന്നത്. സത്യഭാമ അവര് ഒരു നാക്കുപിഴയല്ല. ആദ്യ സംഭവം ഒരു പ്രാദേശിക ചാനലിലുള്ള അഭിമുഖം, അതിലൊരു നാക്കുപിഴയല്ല. പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ നടത്തിയ ആശയ പ്രകാശനമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അവരെടുത്ത നിലപാടുകളെ ശക്തിയായി ന്യായീകരിക്കുകയാണ്. അവർക്കതിനൊരു പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലമുണ്ട്. കേവലം ഒരു കലാമണ്ഡല സത്യഭാമ, അല്ലെങ്കിൽ ഒരു സുരേഷ് ഗോപി, അല്ലെങ്കിൽ ഒരു കൃഷ്ണകുമാർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതഭ്രാന്തൻ, അല്ലെങ്കിൽ ഒരു നാദരാമിനാഘോസ്, അങ്ങനെ നമ്മൾ കാണുന്നത് യാതൊരു അർത്ഥമില്ല. ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്രം ജാതിയുടെ പേരിൽ ഗാന്ധിജിയെ പുറത്തു നിർത്തിയ, ഇണ്ടം തിരുത്തി മലയുടെ പുറത്തു നിർത്തിയ പ്രത്യയശാസ്ത്രം, അത് ഇണ്ടം തിരുത്തി നമ്പൂതിരി പറയുന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. ഈ ചാതുർവർണ്ണത്തിന്റെ പുറത്താണ് ഈ സമൂഹം. അതുകൊണ്ട് നിങ്ങൾ പുറത്തു നിൽക്കണം എന്നതാണ്. അത് നാട്യശാസ്ത്രത്തിലും അത് ബാധകമാണ് എന്ന് ശ്രീ രാമകൃഷ്ണനുമായുള്ള ആശയത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായി. നാട്യശാസ്ത്രത്തിലും ഈ ജാതിയിൽ കീഴെ നിൽക്കുന്നവന് ഇത് അനുവദനീയമല്ല. വിദ്യാഭ്യാസം, കലാപ്രകടനം, കലാപ്രകാശനം, കലാപരിശീലനം, ഒരു നന്മയും ഒരു വെളിച്ചവും മനുസ്മൃതി അനുസരിച്ച്, ചാതുർവർണ്ണം അനുസരിച്ച് അംഗീകൃതമല്ല. അതുകൊണ്ടാണ് ആ ചാതുർവർണ്ണത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ കൃത്യമായി അചഞ്ചലമായി വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രതിഷേധവും പ്രതിരോധവും കേവലം ഈ വ്യക്തികളിൽ ഒതുങ്ങുകയല്ല, ആ പ്രത്യയശാസ്ത്രത്തെ കടന്നാക്രമിച്ചുകൊണ്ടല്ലാതെ, ഈ ചാതുർവർണ്ണത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ കടന്നാക്രമിച്ചുകൊണ്ടല്ലാതെ ഇത്തരം വംശീയ വെറിക്കെതിരായി, മതഭ്രാന്തിനെതിരായി, തീവ്ര ദേശീയതയ്ക്കെതിരായി നമുക്ക് വിജയം വരിക്കാനാവില്ല. അതുകൊണ്ട് ഒറ്റപ്പെട്ട പ്രതികരണത്തെക്കാൾ അപ്പുറത്തേക്ക് ശക്തമായ ജനകീയ പ്രതിരോധം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ചന്ദ്രശേഖര സാർ സൂചിപ്പിച്ചതുപോലെ, അത് വളരെ വ്യക്തമായി പറഞ്ഞു. പോരാട്ടം തുടരുക എന്നതിനോടൊപ്പം യഥാർത്ഥത്തിൽ ഒരു വലിയ പോരാട്ടം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ ഇത് ഇനിയും ആവർത്തിക്കുന്നതല്ല, ഇതിനേക്കാൾ 10 മടങ്ങ്, പല സഹസ്രം ആപൽക്കരമായ ആക്രമണത്തിന് നമ്മുടെ പൊതുസമൂഹം വിധേയമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അതിശക്തമായ പ്രതിഷേധം വാക്കുകളിൽ എന്ന നിലയിൽ മാത്രമല്ല, നമ്മുടെ പോരാട്ടം അതിശക്തമായി കടുപ്പിക്കുക, കനപ്പിച്ചെടുക്കുക. നേർത്തതും ദുർബലവുമായ അനേക ശബ്ദങ്ങൾ, അതാണിപ്പോ നേർത്തതും ദുർബലവുമായ അനേക ശബ്ദങ്ങൾ. ഈ അനേക ശബ്ദങ്ങളെ കൂട്ടിക്കനപ്പിച്ചെടുത്ത് ഏകസ്വര ചണ്ഡവാദമായി ഒരു മഹാപ്രസ്ഥാനമായി ഈ വംശീയതയ്ക്കും
മതവെറിക്കുമെതിരായ വർഗീയതയ്ക്കെതിരായ പോരാട്ടം നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുള്ള അവസരമായി കൂടി ഇത്തരം സാഹചര്യങ്ങളെ കണക്കിലെടുക്കണം. അതിശക്തമായ പ്രതിഷേധമാണ് ഈ സംഭവത്തിൽ CPM മുന്നോട്ട് വെക്കുന്നത്. ഞാൻ എന്റെ എളിവാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അടുത്തത് പ്രൊഫസർ നർത്തകി കലാമണ്ഡലം ജയ ടീച്ചർ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന മാന്യ വ്യക്തികൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും നമസ്തേ. ഇന്നിവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് വളരെയധികം വേദനാജനകമായൊരു കാര്യത്തിൽ തന്നെയാണ്. കാരണം രാമകൃഷ്ണൻ ഞങ്ങളുടെ ശിഷ്യനാണ്. അത് ഒരുപാട് വർഷങ്ങളായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു വലിയൊരു എന്താ പറയാ, അത് അങ്ങനെ ഒരു വെറുതെ ഒരു നിസ്സാരമാക്കി കളയാനായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. കാരണം ഞാനിപ്പോ ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഇവിടുത്തെ മുകുന്ദപുര ശാഖയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് പ്രത്യേകമായി എടുത്തു പറയുന്നത്. ഇങ്ങനെ കലാമണ്ഡലത്തിലെ തന്നെ അല്ലെ കലാമണ്ഡലത്തില് പഠിച്ചൊരു സ്ത്രീ എന്ന് തന്നെ ഞാൻ പറയട്ടെ. അവരെ സ്ത്രീ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ. സത്യം പറഞ്ഞ അവര് കലാമണ്ഡലത്തിലെ വാസ്തവത്തിൽ അവരുടെ ഗുരുവിനെ വരെ സത്യഭാമ ടീച്ചർ, അതേപോലെ തന്നെ കലാമണ്ഡലം പത്മനാഭാശാൻ, അവരെ വരെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടെയാണ് പത്മശ്രീ അവാർഡ് കിട്ടുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയും എന്താ പറയാ, ഒരു നിഷിച്ച എന്ന് തന്നെ പറയാം അവരെ. ഇതൊരിക്കലും നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഇത്രയും നാളും മുമ്പ് തന്നെ ഒരു പ്രശ്നം ഇത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് വലിയ കാര്യമാക്കി എടുത്തില്ലെങ്കിലും ഇതിനി ഒരിക്കലും ഞങ്ങളുടെ ഒരു സംഘടനയുടെ ഒരു സംഭവമായി അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു സംഭവമായിട്ടാണ് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് എന്തായാലും വളരെയധികം പ്രതിഷേധത്തോടെ തന്നെ ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോവാണ്. അപ്പോൾ ഇവിടെ നാട്ടുകാരായാലും അതേപോലെ രാമകൃഷ്ണനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ശിഷ്യരായാലും ഗുരുക്കന്മാരായാലും എല്ലാവരും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണമെന്ന് ഞാൻ പ്രത്യേകം പറയാണ്. വളരെയധികം വേദനാജനകമാണിത്. വളരെയധികം നിശ്ചിച്ച അല്ലെങ്കിൽ ഒരു കലാകാരനെ ഇത്ര മാത്രം ഇങ്ങനെ ജാതി പറഞ്ഞിട്ടും അതേപോലെ കളറുള്ളവർക്ക് മാത്രം ഡാൻസ് കളിക്കാൻ പാടുള്ളൂ എന്നൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല. മോഹിനിയാട്ടം സ്ത്രീകൾക്ക് മാത്രമാണ് കളിക്കാൻ പാടുള്ളൂ എന്ന് എവിടെയും ആരും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടവും വ്യക്തിപരമായ കാര്യങ്ങളുമാണ്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് രാമകൃഷ്ണൻ ഇന്ന് ഈ നിലയ്ക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ എന്റെ ഒരു നോട്ടത്തിൽ ഞാനത് ആ ഒരു ഇന്റർവ്യൂ കേട്ടപ്പോ എനിക്ക് തോന്നിയത്, ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാൾക്ക് ഇന്റർവ്യൂ ചെയ്തൊരു അദ്ദേഹത്തിന്റെ പേര് സുരേഷ് ഒരാൾ ചെയ്യുന്നുണ്ടല്ലോ, അവിടെ ഈ വിഷയമേ അല്ല. അയാൾക്ക് പറയാമായിരുന്നു, മുന്നേ നമ്മളൊരു ഇന്റർവ്യൂ വെക്കുമ്പോ പറയില്ലേ ഇന്ന കാര്യങ്ങളാണ് പറയാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട് അല്ലെ. ആ നിയമത്തിനെയെല്ലാം മാറ്റിക്കൊണ്ട് ഇതങ്ങനെ പറഞ്ഞോട്ടെ എന്ന് എനിക്ക് തോന്നുന്നത് അയാളും കൂടി കൂട്ടുനിന്ന പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം ആളും ഇതിനോട് ചേർന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ അവര് ആ വ്യക്തി അല്ലെങ്കിൽ ആ സ്ത്രീ പറയുന്ന കാര്യത്തിനോട് ഇവരും യോജിച്ചു പോകണ്ടെന്ന പോലെ എനിക്ക് തോന്നി. അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും നമുക്കത് കേൾക്കുമ്പോ. കാരണം അവരപ്പൊ തന്നെ അത് കട്ട് ചെയ്യണമായിരുന്നു അങ്ങനെ ചെയ്യുമ്പോ. വേണ്ടേ? അനാവശ്യമായ കാര്യം, ഈ ഒരു വിഷയം അതിലേക്ക് വരേണ്ട കാര്യമേ ഇല്ല എന്ന് എനിക്ക് തോന്നി. കാരണം അവിടെ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് പോലും ഇതിന് കൂട്ടു നിന്ന പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്തൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് കണ്ടവർക്കൊക്കെ എന്റെ ഫ്രണ്ട്സിനും ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു. കാരണം അവര് ചോദിക്കുമ്പോ ഇങ്ങനൊരു കാര്യമല്ല ടീച്ചറെ വിഷയം. അവര് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടീച്ചറെ കലാമണ്ഡലത്തിൽ നിന്ന് പോരാനുണ്ടായ കാരണം, അപ്പോ രാമകൃഷ്ണനെ അതിന് നാണം കെടുത്തണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്ത പോലെ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തത്. വളരെ വേദനയുണ്ട്. ഇതിന് ശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കും. എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.
ആരാധനായ യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീലാൽ, ഇവിടെ സംസാരിച്ച ആരാധനായ നമ്മുടെ കേരളക്കരയുടെ അഭിമാനമായ ചന്ദ്രശേഖരൻ സാർ, ACS അശോകേട്ടൻ, നമ്മുടെ ആരാധനായ ചാലക്കുടിയെ ഒരു പക്ഷേ കലാരംഗത്ത് അടയാളപ്പെടുത്തിയ RNV രാമകൃഷ്ണേട്ടൻ, സുരേഷ് അടക്കമുള്ള സുരേഷ് മുട്ടത്തി, അതുപോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ട ഡെന്നീസ് ഒക്കെ അടക്കമുള്ള പ്രിയപ്പെട്ടവർ ഇവിടെ അത്യാവശ്യം കാര്യങ്ങൾ പ്രതിപാദിച്ചു പോയിട്ടുണ്ട്. കേരളക്കരയുടെ മുഖത്തടിച്ചു പോലെയാണ് കഴിഞ്ഞ 2 സ്റ്റേറ്റ്മെന്റുകൾ സത്യഭാമ ടീച്ചറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച ടീച്ചർ പറഞ്ഞതുപോലെ അവരെ കലാകാരിയെന്നോ അധ്യാപികയെന്നോ വിളിക്കാമോ എന്നൊരു സംശയം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കേരളക്കരയുടെ ഒരു സാംസ്കാരിക ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനൊന്നും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു വിഭാഗം പുതിയ കാലത്ത് എല്ലാവിധ കഴിവുകളുമുള്ള ആളുകൾക്ക് കലാരംഗത്ത് ഏതറ്റം വരവും കയറി വരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിനകത്തു പോലും ജാതീയതയുടെ ഇത്തരം ചില പരാമർശങ്ങൾ ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അശോകേട്ടനും ചന്ദ്രശേഖരനും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചു, നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പടപൊരുതി ഇവിടെ നിന്ന് അയച്ചു കളഞ്ഞ ജാതിജന്യ നാടുവാഴ്ത്ത വ്യവസ്ഥയുടെ ചില ഭൂതങ്ങൾ തിരിച്ചു വരുന്നത് ഇത്തരത്തിലാണ്. കേരളത്തിനകത്ത് നമ്മൾ പറയുക സാംസ്കാരിക കേരളത്തിനകത്ത് ഇതെല്ലാം നടക്കുമോ എന്ന് ആശ്ചര്യപ്പെട്ടിട്ടുള്ള ആളുകളാണ് നമ്മൾ. കേരളത്തിന് പുറത്ത് നടക്കുന്ന ദളിതർക്ക് നേരെ, മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ പലപ്പോഴും അപലപിക്കുമ്പോഴും കേരളത്തിലായിരുന്നെങ്കിൽ ഇത് നടക്കില്ല എന്ന് ഉറച്ചു പറയുന്ന ആളുകളാണ് നമുക്ക് മുമ്പിലുള്ളത്. പക്ഷേ സമീപകാലത്ത് വർഗീയതയുടെ അല്ലെങ്കിൽ മാടമ്പി തരത്തിന്റെ, നാടുവാഴി തരത്തിന്റെ ഒക്കെ ചില അംശങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ അടുക്കളവാതിലൂടെ നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് എത്തുന്നുണ്ട്, നമ്മളുടെ എല്ലാ മനസ്സുകളിലേക്ക് എത്തുന്നുണ്ട് എന്നതിന്റെ ബഹിഷ്കരണങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദളിതനായി പോയത് കൊണ്ട് മാത്രം സവർണനായ ഒരുത്തന്റെ മുഖത്തേക്ക് മൂത്രമൊഴിക്കുന്ന ചിത്രം 2 മാസങ്ങൾക്ക് 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിരുന്നു. കേരളക്കരയിലായിരിക്കും ഒരുപക്ഷെ ഏറ്റവും അധികം പ്രതിഷേധവും അതിനെതിരെ അപലപിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മുസ്ലിമായി പോയതുകൊണ്ട് കൂട്ടത്തിൽ പഠിക്കുന്ന ഒരു ഹിന്ദു കുട്ടിയെ കൊണ്ട് ഒരു മുസ്ലിം കുട്ടിയുടെ ചെകിടത്തടിപ്പിക്കുന്ന കാഴ്ച, ഒരു അധ്യാപിക തന്നെ ചെകിടത്തടിപ്പിക്കുന്ന കാഴ്ച കണ്ട് അന്തം വിട്ടുപോയവരാണ് മലയാളികൾ. അന്നും നമ്മൾ പറഞ്ഞിരുന്നു കേരളക്കരയ്ക്കകത്ത് നടക്കില്ല എന്ന്. പക്ഷെ അത് കേരളക്കരയ്ക്കകത്ത് നടക്കും എന്ന് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിറത്തിലൽപ്പം കറുത്തവനായി പോയ ജാസി ഗിഫ്റ്റിന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങാനും RNV രാമകൃഷ്ണനെ പോലെ അനുഗ്രഹീതനായ നാട്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഒരു കലാകാരനെതിരെ ജാതീയമായ ആക്ഷേപങ്ങൾ നടത്താനും അടുത്ത ജന്മത്തിലെങ്കിലും ഞാൻ ബ്രാഹ്മണനായി ജീവിക്കണം എന്ന് എന്താ പറയുക ആഗ്രഹിക്കുന്ന ചില പ്രധാനപ്പെട്ട വ്യക്തികളുള്ള സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് കേരളക്കര മാറുന്നത്, അത് നമ്മുടെ കേരളത്തിനകത്തും നടക്കും എന്ന് അല്ലെങ്കിൽ നടത്താൻ കഴിയുമോ എന്ന പരിശോധനയാണ്. ഈ പരിശോധനയുടെ ഒരു പരീക്ഷണ ഘട്ടം മാത്രമാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. ഒന്നുമല്ലാതെ ഇരുന്നൊരു സത്യഭാമ ടീച്ചർ ഇന്ന് കേരളത്തിനകത്ത് മുഴുവൻ പേരും അറിയുന്ന ഒരാളായി മാറിയിട്ടുണ്ട്. പക്ഷേ സാംസ്കാരിക കേരളത്തിന്റെ ഒരു കളങ്കമായി അത് രേഖപ്പെടുത്തും എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. കേരളത്തിനകത്ത് കലാകാരന്മാർക്ക് എത്രയോ ഉയരങ്ങളിൽ എത്താൻ കഴിയും. അവിടെ വരെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ജനതയാണ് കേരളത്തിനകത്തുള്ളത്. ജാതീയമായ നിരവധിയായ വിവേചനങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു തന്നെയാണ് രാമകൃഷ്ണേട്ടൻ ഇവിടെ എത്തിയത്. 2 ആഴ്ച മുമ്പ് എടത്തരക്കാവിൽ ഒരു പരിപാടി അവതരിപ്പിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇതിനകത്ത് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്, ബിരുദാനന്ദ ബിരുദം നേടിയതിനു ശേഷം ഡോക്ടറേറ്റ് നേടി ഞാൻ പെർഫോം ചെയ്യുന്നുണ്ട്, നിരവധിയായ കുട്ടികൾക്ക് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾക്കകത്ത് പോലും, ചാലക്കുടിക്കകത്ത് പോലും ദളിതനായതുകൊണ്ട് ഞാൻ മാറ്റി നിർത്തപ്പെടുന്നില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട് എന്ന് അന്നാൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അന്ന് ആ സ്റ്റേറ്റ്മെന്റിനെ അത്രയും ഹൃദ്യമായി അല്ലെങ്കിൽ അത്രയും ഹൃദയസ്പർശിയായി ഏറ്റെടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഇപ്പോൾ അടിവരയിട്ട് അത് ബോധ്യപ്പെടുത്തുകയാണ് മലയാളക്കരയിലാകമാനം ഇപ്പോഴും ദളിതനായി പോയതിന്റെ അല്ലെങ്കിൽ ജാതിയിൽ താഴ്ന്നവനായി പോയതിന്റെ പേരിൽ കലാരംഗത്ത് മാറ്റി നിർത്തപ്പെടുന്നവർ കേരളക്കരയ്ക്കകത്ത് പോലും ഉണ്ട് എന്നൊരു തിരിച്ചറിവാണ് ഈ ഒരു സംഭവം കേരളക്കരയ്ക്ക് തന്നിട്ടുള്ളത്. അപ്പൊ പണ്ട് കാലത്ത് വേദം കേട്ടാൽ ചെവിയിൽ ഈയമൊഴുക്കി ഒഴിക്കണമെന്നും പാവപ്പെട്ടവന്റെ അല്ലെങ്കിൽ പിന്നോക്കക്കാരന്റെ മക്കൾ പഠിക്കേണ്ടതില്ലെന്നും എന്ന് പറഞ്ഞിടത്തേക്ക് നമ്മളെ തിരിച്ചു നടത്താൻ, കൈപിടിച്ച് തിരിച്ചു നടത്താൻ ചിലർ നമ്മുടെ കേരളത്തിനകത്ത് ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. ആ ബോധപൂർവമുള്ള ശ്രമത്തെ പ്രതിരോധിക്കാനും ഇത്തരം കലാകാരന്മാരോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിൽക്കുക എന്നുള്ളതാണ് കേരളക്കരയെ സ്നേഹിക്കുന്ന സംസ്കാര സമ്പന്നരായ
ജനങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് അതിനൊപ്പം ചേർന്ന് നിന്ന് അദ്ദേഹത്തോട് ഐക്യദാർഢ്യപ്പെട്ട് ഇതിനെതിരെ നടക്കുന്ന ഈ ഒരു കാര്യങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായ ഒരു വലിയ മുന്നണിയാണ്, ജനകീയ മുന്നണിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതിന് നമ്മൾ ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അപ്പുറത്ത് കൈകോർത്ത് ഹൃദയം ചേർത്ത് നിൽക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രാമകൃഷ്ണനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവരുടെ ഈ പരാമർശത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അടുത്തതായി കവിയും ഗാനരചിതവുമായ പി വി രമേശേട്ടൻ അദ്ദേഹം എഴുതിയ ഐക്യദാർഢ്യ ഗീതം ഇവിടെ അവതരിപ്പിക്കും. നമ്മുടെ ബഹുമാന്യായ RLB രാമകൃഷ്ണൻ, ഡോക്ടർ RLB രാമകൃഷ്ണൻ മാഷ്, അദ്ദേഹം കറുത്തവനല്ല, കലയുടെ കനലേട്ടക്കാരനാണ്. അദ്ദേഹത്തോട് ഈ സമൂഹത്തോട് ഞാൻ ഐക്യപ്പെടുന്നു. ഐത്തം അടിവച്ചകന്നിട്ട നാട്ടില് പഞ്ചമി പള്ളിക്കൂടങ്ങളുണ്ടായി. ഐത്തം അടിവച്ചകന്നിട്ട നാട്ടില് പഞ്ചമി പള്ളിക്കൂടങ്ങളുണ്ടായി. മനുഷ്യന്റെ മക്കളെ മറക്കല്ലേ മക്കളെ, ഓർമ്മയുണ്ടോ? ഐത്തം അടിവച്ചളന്നിട്ട നാട്ടില് പഞ്ചമി പള്ളിക്കൂടങ്ങളുണ്ടായി. മനുഷ്യന്റെ മക്കളെ മറക്കല്ലേ മക്കളെ, ഓർമ്മയുണ്ടോ? ഐത്തം അടിവച്ചളന്നിട്ട നാട്ടില് അരുവിപ്പുറത്ത് പ്രതിഷ്ഠയുണ്ടായി. മനുഷ്യന്റെ മക്കളെ മറക്കല്ലേ മക്കളെ, ഓർമ്മയുണ്ടോ? ഐത്തം അടിവച്ചളന്നിട്ട നാട്ടില് വൈക്കത്ത് ഗാന്ധിക്ക് ഐത്തമുണ്ടായി. ഐത്തം അടിവച്ചളന്നിട്ട നാട്ടില് വൈക്കത്ത് ഗാന്ധിക്ക് ഐത്തമുണ്ടായി. മനുഷ്യന്റെ മക്കളെ മറക്കല്ലേ മക്കളെ, ഓർമ്മയുണ്ടോ? ഐത്തം അടിവച്ചളന്നിട്ട നാട്ടില് ഇൻകുലാബിന്റെ കേജിയുണ്ടായി. ഐത്തം അടിവച്ചളന്നിട്ട നാട്ടില് ഇൻകുലാബിന്റെ കേജിയുണ്ടായി. ഐത്തം അടിവച്ചളന്നിട്ട നാട്ടില് EMS എന്ന വികാസമുണ്ടായി. മറക്കല്ലേ മക്കളെ മനുഷ്യന്റെ മറക്കല്ലേ മക്കളെ, ഓർമ്മയുണ്ടോ? ഐത്തം അടിവച്ചളന്നിട്ട നാട്ടില് മുലമുറിച്ചിട്ട പെൺപുലികളുണ്ടായി. ഐത്തം അടിവച്ചതിലിട്ട നാട്ടില് മുലമുറിച്ചിട്ട പെൺപുലികളുണ്ടായി. മനുഷ്യന്റെ മക്കളെ മറക്കല്ലേ മക്കളെ, ഓർമ്മയുണ്ടോ? ഐക്യദാർഢ്യം. ഈ പ്രതിഷേധ നൃത്തവും പ്രതിഷേധ യോഗവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് VK സനോജ് സംസാരിക്കും. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ RLB രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിങ്ങനെ ഒരു പ്രതിഷേധ പരിപാടിയുമായി കൂടിച്ചേർന്നതിന്റെ ഉദ്ദേശവും പ്രാധാന്യവുമെല്ലാം സംബന്ധിച്ച് ഇവിടെ ഒന്നിലേറെക്കാർ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് കേരളത്തിന്റെ ഒരു പ്രതിരോധം കൂടിയാണ്. നീണ്ടകാലത്തെ സമരത്തിന്റെയും പ്രക്ഷോഭത്തിന്റെ എല്ലാം ഭാഗമായി നമ്മുടെ നാട് തകർത്ത ജാതി മേധാവിത്വം
കേരളത്തിൽ വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടി ചില ശക്തികൾ കുറെ കാലമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഒടുവിലത്തെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ സത്യഭാമ എന്ന് പറയുന്ന ടീച്ചർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുമെന്നറിയില്ല എന്നൊരു സ്ത്രീയുടെ ഭാഗമായി ഇന്ന് പുറത്തു വന്ന ചില പരാമർശങ്ങൾ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്? ഇത് വളരെ ബോധപൂർവം നമ്മുടെ സമൂഹത്തെ പിറകോട്ട് നയിക്കാൻ വേണ്ടി ചില ആളുകൾ നടത്തുന്ന പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമാണ്. പാറൽ രാമകൃഷ്ണനെ കേരളത്തിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആർ.എൽ. രാമകൃഷ്ണൻ പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം മിടുക്കനായ വിദ്യാർത്ഥിയായി പഠിച്ച കോഴ്സുകളിൽ റാങ്കോടുകൂടി വിജയം കൈവരിക്കുകയും കേരളത്തിൽ വിവിധയിടങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിക്കുകയും ചെയ്ത അനുഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷെ അദ്ദേഹത്തെ നിറത്തിന്റെ പേരിൽ ജാതീയമായി വംശീയമായി ഒരു മടിയുമില്ലാതെ അധിക്ഷേപിക്കുകയും പിന്നീട് മാധ്യമ പ്രവർത്തകർ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെ വീണ്ടും വീണ്ടും ന്യായീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും ദുഃഖം തോന്നിയ, അങ്ങേയറ്റം പ്രയാസം തോന്നിയിട്ടുള്ള ഒരു അനുഭവം. വളരെ നമ്മൾ നേരത്തെ തള്ളിക്കളഞ്ഞ ഒരു ചാതുർവർണ്ണ വ്യവസ്ഥയുടെ മൂല്യബോധമാണ് ഇത്തരം ആളുകളെയെല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ നമ്മളിവിടെ ഒത്തുചേരുന്നത് 100 വർഷം മുന്നേ ശ്രീനാരായണ ഗുരു ഈ എറണാകുളം ജില്ലയിൽ, തൊട്ടടുത്ത എറണാകുളം ജില്ലയിൽ ആലുവയിൽ വെച്ച് ഒരു സർവമത മഹാസമ്മേളനം നടത്തിയിരുന്നു. ആലുവയിലെ സർവമത മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ശ്രീനാരായണ ഗുരു. അവിടെ ആ സമ്മേളനത്തിൽ സ്വാഗത പ്രസംഗനായി അന്ന് നിശ്ചയിക്കപ്പെട്ടത് സത്യവ്രത സ്വാമികൾ എന്ന് പറയുന്ന ജാതി വിരുദ്ധ പോരാട്ടത്തിന് വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒരാളെയായി. സത്യവ്രത സ്വാമികൾ അന്ന് നടത്തിയിട്ടുള്ള സ്വാഗത പ്രസംഗം 100 വർഷങ്ങൾക്കിപ്പുറം സർവമത മഹാസമ്മേളനത്തിന്റെ വാർഷിക പരിപാടികൾ ആചരിക്കുമ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ്. അന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, അലോപ്പതി മരുന്ന് കണ്ടുപിടിച്ചത് പാശ്ചാത്യ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവരാണ്. പക്ഷെ ഇവിടെ വിവിധ ജാതിയിലും മതത്തിലും വിശ്വസിച്ചിരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഒരു അസുഖം വന്നാൽ അലോപ്പതി മരുന്ന് ആശ്രയിക്കാറുണ്ട്. അത് പാശ്ചാത്യ ക്രിസ്ത്യാനികൾ കണ്ടുപിടിച്ചതാണ് എന്നതുകൊണ്ട് ആരും മരുന്ന് ഉപയോഗിക്കാതിരിക്കുന്നില്ല. തസ്കര മുസദ് മുന്നോട്ട് വെച്ച ആയുർവേദം അത് വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്നു. ബൗദ്ധ പാരമ്പര്യത്തിൽ രചിക്കപ്പെട്ട അഷ്ടാംഗ ഹൃദയം, അതിലെ ചികിത്സാവിധികൾ ബൗദ്ധ പാരമ്പര്യത്തിൽ വിശ്വസിക്കാത്ത, ബുദ്ധമതത്തിന്റെ ഭാഗമായി ജീവിക്കാത്ത സവർണ ബ്രാഹ്മണർ ഉൾപ്പെടെ ഉപയോഗിക്കുന്നു. അപ്പൊ ശരീരത്തിന്റെ അസുഖങ്ങൾ മാറാൻ മതഭേദമില്ലാതെ ചികിത്സയാവാമെങ്കിൽ ആത്മാവിന്റെ അന്വേഷണങ്ങൾക്ക് എന്തിനാണ് മതഭേദം എന്ന ചോദ്യം 100 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ മുഴങ്ങി. അങ്ങനെ 100 വർഷങ്ങൾക്ക് മുന്നേ മുഴക്കിയ ചോദ്യം 100 വർഷങ്ങൾക്ക് ഇപ്പുറം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രമാത്രം പുരോഗമിച്ച, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇത്രമാത്രം പുരോഗമിച്ച, എല്ലാ നിലയിലും അഭിമാനത്തോടെ നമ്മൾ മുന്നേറി എന്ന് പറയുന്ന ഈ നാട്ടിൽ നിന്ന് 100 വർഷങ്ങൾക്ക് മുന്നേ അന്ന് രേഖപ്പെടുത്തിയ ആശങ്കയും അതുമായി ബന്ധപ്പെട്ട ആശയവും നമുക്ക് ഇപ്പോഴും പറയേണ്ടി വരികയാണ്. ഇത് നമ്മുടെ ഒരു ഗതികേടാണ്, അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഒരു നാണക്കേടാണ്.
ഇനി ഒരാൾക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിക്കൂടാ. ഇങ്ങനെ പച്ചക്ക് ജാതീയമായി അധിക്ഷേപിക്കുക, അതിന്റെ മൂല്യബോധങ്ങൾ പിന്തുടരാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക, ഇത് ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ട് ഡിവൈഎഫ്ഐ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇത് അനുവദിച്ച് കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള നവോത്ഥാനത്തിന്റെ വലിയ വെളിച്ചം പകർന്ന ആളുകൾ ജീവിച്ച ഈ നാട്ടിൽ ജാതീയതക്കെതിരായി എത്ര ഇഷ്ടമായിരുന്ന സമരമാണ് നമ്മുടെ നാട്ടിൽ നയിക്കപ്പെട്ടത്. ഇവിടെ ഇപ്പോ പാട്ട് അവതരിപ്പിച്ച ആള് ഗാന്ധിയോട് കണ്ട് ഈ നാട് കാണിച്ച തീണ്ടലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1924-25 ഘട്ടത്തിൽ വൈക്കം അമ്പലത്തിന്റെ മുന്നിൽ കൂടിയുള്ള വഴിയിൽ സാധാരണ മനുഷ്യന്മാർക്ക് വഴി നടന്നു പോകാൻ പാടില്ല എന്ന തിട്ടൂരം സവർണ ജാതി പ്രമാണികളാണ് തിട്ടൂരമായത്. അതിനെതിരായിട്ട് വൈക്കത്ത് നടന്ന സമരം അതിന്റെ 100 വർഷം നമ്മളിപ്പോ ആഘോഷിച്ചു. ആ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ നേതൃത്വം ഇങ്ങോട്ട് വന്നു. ഗാന്ധിയെ കൊണ്ട് ആളുകൾ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഗാന്ധി വന്നപ്പോ പറഞ്ഞു, എനിക്ക് ഈ ക്ഷേത്രത്തിന്റെ ഉടമയായിട്ടുള്ള കൈവശ അവകാശമുള്ള ആ ഇന്നംതുരുത്തി മനയിലെ നമ്പൂതിരിയെ ഒന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. പിന്നെ ഗാന്ധി ഇന്നംതുരുത്തി മനയിലെ നമ്പൂതിരിയെ കാണാൻ പോയ അനുഭവം ചരിത്രം ഇവിടെ ഉണ്ട്. അന്ന് ഇന്നംതുരുത്തി മനയിലെ നമ്പൂതിരി ഗാന്ധിയെ വീട്ടിലേക്ക് അയക്കിയിട്ടില്ല. ഗാന്ധി വരുന്നു എന്ന് അറിഞ്ഞപ്പോ മുറ്റത്ത് ഒരു പന്തലിട്ടിട്ട് നമ്പൂതിരി അകത്തും ഗാന്ധി ഇങ്ങ് മുറ്റത്തുമായിരുന്നു ഇരുന്നത്. എന്നിട്ടാണ് അവിടെ സംഭാഷണം നടത്തിയത്. 10 വൃത്തികെട്ട ഗാന്ധിയെ പോലെയുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ നേതൃത്വത്തോട് പോലും ജാതീയമായ കൊടിയ വിവേചനം കാണിച്ച ഇന്നലകൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോ അഭിമാനത്തോടെ പറയും, കേരളം ഇപ്പൊ അങ്ങനെയല്ല. ജാതീയമായ വിവേചനം അവസാനിപ്പിച്ച അതിന്റെ ആശയത്തെ കുഴിച്ചുമൂടിയ ഒരു മണ്ണാണ് ഇത് എന്നാണ് നമ്മൾ അഭിമാനത്തോടെ കേരളത്തെ കുറിച്ച് പറയുന്നത്. ഈ അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഈ മണ്ണിൽ ഒരാളെയും ജാതീയമായ അധിക്ഷേപം നടത്താൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം നടത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ ജാതീയമായി ആളെ അധിക്ഷേപിച്ചിട്ട് കേരളത്തിൽ അങ്ങനെ ജീവിച്ചു പോവാമെന്ന്, കേരളത്തിൽ ഇങ്ങനെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാമെന്ന് ആരും കരുതേണ്ടതില്ല. അതിശക്തമായ ജനങ്ങളുടെ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരണം. ഇന്നിപ്പോ മാധ്യമങ്ങളോട് എത്രമാത്രം ദാഷ്ട്യത്തിന്റെ ഭാഷയിലാണ് അവർ പറഞ്ഞത്. എവിടുന്ന ഈ ദാഷ്ട്യത്തിലുള്ള ഊർജം കിട്ടുന്നത്? അതും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഈ ദാഷ്ട്യത്തിന്റെ, വികാരത്തിന്റെ, ജാതീയത ഇങ്ങനെ മുറുകെ പിടിക്കാനുള്ള ഊർജം എവിടുന്ന് കിട്ടുന്നു ചോദിച്ചാൽ നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആശയമാണ്. അപ്പൊ ഹിന്ദുമതം, ഹിന്ദു രാഷ്ട്രമതം ഇവിടെ രൂപപ്പെട്ടാൽ എങ്ങനെയായിരിക്കും ഭാവിയിൽ നമ്മുടെ നാട് എന്നതിന്റെ ഒരു സൂചനയായിട്ട് ഇതിനെ എടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം. ഇവിടെ തൃശ്ശൂരിൽ മത്സരിക്കുന്ന BJP-യുടെ സ്ഥാനാർത്ഥി ഒരു ഘട്ടത്തിൽ പറഞ്ഞു, എനിക്ക് അടുത്ത ജന്മത്തിൽ ഒരു സവർണ ബ്രാഹ്മണനായി ജനിക്കണം എന്നാ പറഞ്ഞത്. അല്ലേ? അടുത്ത ജന്മത്തിൽ ഒരു സവർണ ബ്രാഹ്മണനായി ജനിക്കണം എന്ന് ഈ ശ്രീനാരായണ ഗുരുവിന്റെ മണ്ണിൽ ഒരു മടിയും മറയുമില്ലാതെ പ്രസംഗിക്കുകയും ആ പ്രസംഗത്തിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ വളരുന്നുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആശയപരമായ അവരുടെ പ്രചരണത്തിന്റെ പരിസരത്താണ് ഇതുപോലെയുള്ള വിഷജന്മങ്ങൾ, ചില പ്രഖ്യാപനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അവർ ജാതീയമായിട്ട് ഇപ്പൊ സുരേഷ് ഗോപി തന്നെ ജനങ്ങളെ വിശേഷിപ്പിക്കുന്നത് പ്രജകൾ എന്നാണ്. ഇപ്പൊ രാജഭരണത്തോട് ഭക്തിയുള്ള കുറെ ആളുകൾ ഇങ്ങോട്ട് വരിക. അല്ലെ, തിരുവനന്തപുരത്ത് രാജാവിന്റെ എഴുന്നള്ളത്ത് നമ്മൾ കണ്ടതാണ്. ജനാധിപത്യ രാജ്യത്ത് പഴയ ഈ ഫ്യൂഡൽ ആഡംബിമാരെയും രാജാക്കന്മാരെയും എല്ലാം എഴുന്നള്ളിക്കാനുള്ള വ്യഗ്രത എവിടെ നിന്ന് രൂപപ്പെടുന്നതെന്ന് ചോദിച്ചാൽ
നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആശയപരിസരത്തിൽ നിന്നാണ് ഇത്തരം ചീഞ്ഞളിഞ്ഞ, ഈ നാട് തള്ളിക്കളഞ്ഞ, ഈ നാട് ഉപേക്ഷിച്ച ഈ ഫ്യൂഡൽ മൂല്യബോധങ്ങൾ തിരികെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നത്. അതുകൊണ്ട് എന്താണ് പോംവഴി എന്ന ചോദ്യത്തിന് ഇതിനെതിരായി അതിശക്തമായ സമരമല്ലാതെ മറ്റൊരു പോംവഴിയും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് ഇവിടെ നമ്മളിപ്പോ കുറെ ആളുകൾ കൂടി നിന്നു. ഇത് തന്നെ ചരിത്രപരമായ വലിയ അടയാളപ്പെടുത്തൽ ഉണ്ടാവുന്ന ഒരു കൂട്ടായ്മയാണ്. വർഷങ്ങൾക്ക് ശേഷം, വർഷങ്ങൾ കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് 100 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ നടത്തിയ സർവമഹാസമ്മേളനത്തെ ഓർമ്മിക്കുന്നത് പോലെ ജാതീയമായി ഒരു വ്യക്തിക്കെതിരെ അധിക്ഷേപം നടത്തിയപ്പോ ചാലക്കുടിയിലെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ആളുകൾ അന്ന് ഒത്തുചേർന്നിരുന്നു എന്ന്, ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരായി പൊരുതാനുള്ള ശേഷി അന്നത്തെ സമൂഹം പ്രകടിപ്പിച്ചു എന്നതിന്റെ തെളിവായിട്ട് നാളെ ചരിത്രത്തിൽ ഇത് ഉണ്ടാകും. അതുകൊണ്ട് നമ്മളൊരു പോരാട്ടവും വൃഥാവിലാവുന്നില്ല. ജാതീയതയും വർണ്ണവെറിയും വംശീയതയും എല്ലാം ലോകത്ത് ശക്തിപ്പെടുത്തി, ഐഡന്റിറ്റി പൊളിറ്റിക്സ് ശക്തിപ്പെടുത്തി മനുഷ്യരുടെ യഥാർത്ഥ അവസ്ഥകളിൽ നിന്ന് വഴിതിരിച്ചുവിടുന്ന ഒട്ടേറെ ശ്രമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ശക്തമായ നിലയിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് കടന്നു വരാൻ വേണ്ടി കഴിയുന്നു. അവിടെ ഇതിനെതിരായിട്ടുള്ള പോരാട്ടം നമുക്ക് തുടർന്ന് നടത്തേണ്ടതുണ്ട്. RLV രാമകൃഷ്ണന് കേരളത്തിലുടനീളം വേദി ഒരുക്കാൻ DYFI തയ്യാറാണ് എന്ന പ്രഖ്യാപനം. ഒരു ജാതി തോമരങ്ങളും ഒരു ജാതി പ്രമാണിമാരും ഒരു തരത്തിലുള്ള തടസ്സവും സൃഷ്ടിക്കാൻ ഇദ്ദേഹത്തിന്റെ പരിപാടിക്ക് ഒരാളും മുന്നോട്ട് വരില്ല. ശക്തമായി അതിനെല്ലാം പ്രതിരോധിക്കാൻ ആവശ്യമായ കരുത്ത്, സംഘടനാപരമായ ജാഗ്രത DYFI പുലർത്തും എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്, അങ്ങനെ ജാതീയമായി അധിക്ഷേപിച്ചാൽ തകർന്നു പോകരുത് ആരും. അവരെല്ലാം ചേർത്ത് പിടിക്കാൻ ഈ നാട്ടിൽ വ്യത്യസ്ത ജാതിയുടെ ഭാഗമായി, മതത്തിന്റെ എല്ലാം ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ മാനുഷികത, ആ ബോധം നമുക്ക് ഊർജിതപ്പെടുത്തി നമുക്ക് അതിനെല്ലാം പ്രതിരോധിക്കാൻ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് RLV രാമകൃഷ്ണനെ DYFI സംസ്ഥാന കമ്മിറ്റിയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഈ കുറ്റക്കാർക്കെതിരായി അതിശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് ബന്ധപ്പെട്ട അധികാരികൾ അഭ്യർത്ഥിച്ചുകൊണ്ട്, അതുമായി ബന്ധപ്പെട്ട തുടർ ആലോചനകൾ, തുടർ കാര്യങ്ങൾ കൂടി DYFI ഏറ്റെടുക്കുമെന്നും ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ജാതി വെറിക്കെതിരായിട്ടുള്ള തുടർ ക്യാമ്പയിനുകൾക്ക് DYFI സംസ്ഥാന കമ്മിറ്റി നേതൃത്വം കൊടുക്കും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട്, ഇത്തരം ക്ഷുദ്രശക്തികളെ സമൂഹം തള്ളിക്കറണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഞാൻ വാക്കുകൾ അവസാനിക്കും. ഈ കലാഗൃഹത്തിന്റെ രക്ഷാകർത്തൃ പ്രതിനിധി ബിന്ദു ടീച്ചർ സംസാരിക്കും. രക്ഷകർത്താക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊരു വാർത്ത കണ്ടപ്പോൾ ഞെട്ടലോടെയാണ് ഞങ്ങൾ ഓരോരുത്തരും ഇതിനെതിരേറ്റത്. എന്റെ മകളെ LKG ക്ലാസ്സിൽ മാസ്റ്റർ അടുത്ത് കൊണ്ടാക്കുമ്പോൾ, ഞാനും ഒരു കലാകാരി തന്നെയാണ്, അധ്യാപനത്തിന്റെ മികവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനും മോഹിനിയാട്ടം അല്ലെങ്കിൽ ഭരതനാട്യത്തിന് ചേരാമെന്ന് കരുതിയത്. ഇപ്പോൾ ഏകദേശം 13 വർഷത്തോളം ഞാൻ മാസ്റ്റർ ശിഷ്യയായിട്ട് തുടരുന്നു. മകളും എന്റെ സീനിയറായിട്ട് അവളും കലാഗ്രഹത്തിലുണ്ട്. സത്യഭാമ ടീച്ചർ ശരിക്കും മാഷ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരം മ്ലേച്ഛ പ്രസ്താവനകൾ നടത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ. മാഷ അറിഞ്ഞിട്ടുള്ള ഒരാൾക്കും ഇങ്ങനെ പറയാനായിട്ട് എന്തായാലും സാധിക്കില്ല. കാരണം ഞാൻ ശരിക്കും മാഷിന്റെ നൃത്തം കണ്ടിട്ട് അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഒരു പുരുഷന് ഇതുപോലെ എങ്ങനെയാണ് മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ സാധിക്കുക?
ഞങ്ങൾക്ക് ഇത്ര മനോഹരമായിട്ട് ശരീരത്തോടും അല്ലെങ്കിൽ ശാരീരികമായും ആ മാനസിക നമ്മൾക്ക് ഭാവവും എല്ലാം വരണമല്ലോ. ഇതെങ്ങനെയാ മാഷത് അഭിനയത്തിലും എല്ലാത്തിലും എങ്ങനെ ഇത് വരുന്നു എന്നുള്ളത് അറിയില്ല. ഞങ്ങൾ പരസ്പരം സംസാരിക്കാറുള്ള കാര്യമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ടീച്ചർ മാഷിന്റെ നൃത്തം കണ്ടിട്ടില്ല. പിന്നെ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം, ഞങ്ങളുടെ മാഷിന്റെ നിറം കറുപ്പാണെന്നാണ് അവർ പറഞ്ഞത്. അതിനെന്തായാലും 7 അടവുണ്ട്. പിന്നീട് പറഞ്ഞത് മാഷിന്റെ കഴിവിനെ കുറിച്ചാണ്. അതിന് 10 മാറ്റാണ്. തീർച്ചയായും മാഷിന് ഇനി ലഭിച്ച അവഗണന മാഷിന്റെ ഉയർച്ചയിലേക്കാണെന്നാണ് കരുതാൻ, അവരുടെ തകർച്ചയിലേക്ക്. ഒരു കവിത എന്റെ സ്കൂളില് ദുഃഖം, എന്റെ ഗുരുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ദുഃഖം താങ്ങാനാകുന്നില്ല. കാരണം മാഷ് പൈസ നോക്കി നൃത്തം പഠിപ്പിക്കുന്ന ആളല്ല. സത്യത്തിൽ ഞാൻ ഒരു അധ്യാപികയാണ്. മാസം നല്ല ശമ്പളമുണ്ട്. മാഷിന് ഫീസ് കൊടുത്തിട്ട് കാലങ്ങളായി, ഒരു 3-4 മാസമായി. കാരണം ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ മാഷത് ചോദിച്ചിട്ടില്ല. എന്റെ ഒരു കൂടപ്പറപ്പിനെ പോലെ, അല്ലെങ്കിൽ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പറയുന്ന പോലെ പിന്നെ തരാം എന്ന് എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം മാഷിനോടുണ്ട്. പിന്നെ അറിയാവുന്ന ഒരുപാട് പേർക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് പേർക്ക് മാഷ് നൃത്തം അഭ്യസിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഉള്ളവർക്കറിയാം, എവിടെയെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാഷിന്റെ കാര്യങ്ങൾ ആദ്യം അവരിലേക്ക് നീളുന്നതാണ്. ഞങ്ങൾ അതിന് ഭാഗമായിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാം, എന്നാലും മാഷ് അത് നമ്മള് സാമൂഹിക പ്രതിബദ്ധതയാണെന്ന് പറഞ്ഞിട്ട് മാഷ് ഞങ്ങളതില് ഒരു ഭാഗമാക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ കലാഗ്രഹം ഒരു നൃത്ത വിദ്യാലയം എന്നതിനപ്പുറം നല്ല മനുഷ്യരുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഇവിടെ. അധ്യാപികമാരുണ്ട്, ബാങ്കിലെ ജോലിക്കാരുണ്ട്, ഒരുപാട്. ഞങ്ങള് മുതിർന്നവരെ നൃത്തം പഠിപ്പിക്കുമ്പോൾ മാഷ് പറയാനുള്ള ഒരു കാര്യമാണ്, എന്റെ പാപങ്ങളെല്ലാം തീർന്നുകൊണ്ട്. സത്യമാണ്. ഒരു മനുഷ്യ സ്നേഹിയെ എങ്ങനെയാണ് ഇവർക്ക് ഇതുപോലെ അവഹേളിക്കാൻ സാധിക്കുന്നതെന്ന് അറിയില്ല. നേരിട്ട് കാണുമ്പോൾ ചോദിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഉള്ളിലെ അടങ്ങാത്ത അസൂയയാണ് അവരെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. അവർ നൃത്തം കാണട്ടെ മാഷെ, ഈ കലാഗ്രഹത്തിൽ വരട്ടെ, എന്നിട്ട് അവർ ഒന്നുകൂടി പറയാൻ പറ്റുമോ, അവർക്കത് ഒന്നുകൂടി പറയാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. ഒരു കവിത എന്റെ സ്കൂളിൽ ഒരു ടീച്ചർ എഴുതിയതാണ്. ജാതി തൻ വേലിക്കെട്ടുകൾ പൊളിച്ചെറിഞ്ഞ കേരളമേ, ലജ്ജിക്കുക നിരുപാധികം ലജ്ജിക്ക നീ. ജാതി തൻ വേലിക്കെട്ടുകൾ പൊളിച്ചെറിഞ്ഞ കേരളമേ, ലജ്ജിക്കുക നിരുപാധികം ലജ്ജിക്ക നീ. ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്നിതാ, ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്നിതാ. സാക്ഷര കേരളം നവകേരളം ഇതുതാനല്ലയോ, സാക്ഷര കേരളം നവകേരളം ഇതുതാനല്ലയോ. വരമായി ലഭിക്കും കലയത് എത്ര ഉദാത്തം, കലയുടെ കെടാവിളക്കുകൾ ഉള്ളിലുയരട്ടെ, കലയുടെ കെടാവിളക്കുകൾ ഉള്ളിലുയരട്ടെ. പ്രതിഷേധ ജ്വാലകൾ ഉയരട്ടെ, പ്രതിഷേധ ജ്വാലകൾ ഉയരട്ടെ. മാഷിനൊപ്പം. അടുത്തതായി ചാലക്കുട നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് CS സുരേഷ് സംസാരിക്കും.
വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, നർത്തകിമാരെ, ഇന്ന് നാം എല്ലാവരും വളരെ ദുഃഖത്തോടും വളരെ വേദനയോടും നിൽക്കുന്ന നിമിഷങ്ങളാണ്. കാരണം ഇന്ത്യ എന്ന രാജ്യത്ത് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന ഓരോരു സ്ഥലം നമ്മുടെ കേരളമാണ്. അത് ജാതി വിവേചനമോ അല്ലെങ്കിൽ വർണ്ണ വിവേചനമോ എല്ലാം തുടച്ചു നീക്കിയ ഒരു രാജ്യമാണ്, ഒരു നാടാണ് നമ്മുടെ കേരളം. ആ കേരളത്താണ് ഇന്ന് അപമാനകരമായ ഒരു ടീച്ചറുടെ ഒരു പ്രസ്താവന നമ്മൾ കേട്ട് ലജ്ജിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു തൊലിയുടെ പേര്, നമ്മുടെ ശരീരത്തിൽ നമുക്ക് തൊലി, ഈ നേർത്ത തൊലി നമുക്ക് തന്നില്ലെങ്കിൽ അത് കറുത്തതാവട്ടെ വെളുത്താവട്ടെ നമ്മുടെ ശരീരം പക്ഷികളും അല്ലെങ്കിൽ മൃഗങ്ങളും വലിച്ചു കീറും. ആ ഒരു തൊലിയുടെ പേരിലാണ് ഇന്ന് ആ ടീച്ചർ, അതായത് ഞാൻ രാമകൃഷ്ണനായിട്ട് സംസാരിച്ചപ്പോ രാമകൃഷ്ണനോട് ഞാൻ പറഞ്ഞു, ഇന്ന് ആ ടീച്ചർക്ക് നമ്മൾ പുറത്തിറങ്ങാനുള്ള ഒരു അവസരം പോലും നമ്മളൊരു പൊതുജനങ്ങൾ നൽകില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു തന്റേടിയായ ഒരു ടീച്ചർ എന്ന് പറഞ്ഞു. അവര് നേരത്തെ പ്രസംഗിച്ചവർ പറഞ്ഞോളാം, അവരെ ഒരു ടീച്ചറിനല്ല വിളിക്കേണ്ട, എന്റെ ഭാഷയിലൊക്കെ പറയുന്നെങ്കിൽ ഒരു കൂതറ ബാമ എന്നാണ് വിളിക്കുന്നവര്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് DYFI പറഞ്ഞോളാം, രാമകൃഷ്ണൻ ഇനി ഒരു വെറു രാമകൃഷ്ണനല്ല, DYFIയുടെയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയും ഒരു സംരക്ഷണ വലയത്തിലാണ് ഇനി രാമകൃഷ്ണന്റെ മുന്നേറ്റം. അത് രാമകൃഷ്ണനോട് മാത്രമല്ല അവര് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. കറുത്തവനെ കുറിച്ച് എന്റെ സുഹൃത്തുക്കളുടെ ഇടയില് അച്ഛനും അമ്മയും നല്ല വെളുത്തവരുണ്ട്, അവർക്കുണ്ടായ മക്കള് കറുത്തവരുണ്ട്. പിന്നെ അവര് പറഞ്ഞത് നല്ല ഭംഗിയുള്ളവർക്ക് മാത്രം മോഹിനിയാട്ടം ആ നാട്യം കളിക്കാൻ പറ്റുള്ളൂ, അവർക്ക് മാത്രമേ പറ്റുള്ളൂ, ഭംഗിയുള്ളവർക്ക് മാത്രമേ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. നാട്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു കലയാണ്. ആ കല അഭ്യസിച്ചെടുക്കണമെങ്കിൽ എത്രയോളം കഷ്ടപ്പാടും പറയും. ഈ രാമകൃഷ്ണനെ പോലെയുള്ള വ്യക്തികൾ ഒരുപാട് കഷ്ടപ്പാടും സമൂഹത്തിന്റെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അതിജീവിച്ചാണ് ആ നാട്യം അല്ലെങ്കിൽ അത് കൈവരിച്ചിട്ടുള്ളത്. അതിനെ ഒരു നിമിഷം ഇല്ലാതാക്കാനായിട്ട് ഒരുപാട് ബാമ്മമാർ ഈ സമൂഹത്തിലുണ്ട്. അവരെ നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിയുന്നതാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ള മുഴുവൻ പേരും. ഈ കേരളം ഒട്ടാകെ മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഈ ബാമയ്ക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. ഇതിനെ സംഘടിപ്പിച്ച DYFIക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി ഈ പ്രതിഷേധ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോഹിനിയാട്ട കലാകാരനും നമുക്കെല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ RLV രാമകൃഷ്ണൻ സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും ക്ഷമിക്കണം, ന്യൂസ് ചാനൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന അശോകേട്ടൻ, വ്യക്തി എല്ലാ കലാകാരന്മാരും, പ്രിയപ്പെട്ട വ്യക്തികളെ, വളരെ മാനസിക സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ എല്ലാവരും ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പൊ നിലവില് ഈ ചർച്ചകളിൽ അവർ പറയുന്നത് ഞാൻ ചെയ്യുന്ന നൃത്തത്തെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ വളരെ വ്യക്തമാണ്, ഒരു മോഹിനിയാട്ട നർത്തകനെ ഈ മോഹിനിയാട്ട രംഗവേദിയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു അജണ്ട തന്നെയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ തന്നെ കഴിഞ്ഞ ആ ചർച്ചകളിൽ നിന്നും ഇവർ നേരിട്ട് പറയുകയാണ്. അതായത് മോഹിനിയാട്ടം ചില കഥാപാത്രങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചും
ഞാൻ ചെയ്ത ഫെസ്റ്റിവല് അറിയാതെ നിശാഗന്ധിയിൽ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഞാൻ നിശാഗന്ധിയിലും അതുപോലെ തന്നെ ടൂറിസം വകുപ്പിന്റെ പരിപാടിയിലും സൂര്യ ഫെസ്റ്റിവലുകളിലും തുടങ്ങി നിരവധി ഫെസ്റ്റിവലിലൊക്കെ ഞാൻ നൃത്തം അവതരിപ്പിച്ച കഥ ഇവർക്ക് അറിയില്ല. ഞാൻ കേവലം ഒരു എന്താ പറയുക, സാധാരണ പെണ്ണുങ്ങളെ പോലെ, അല്ലെങ്കിൽ നമുക്കറിയാം മോഹിനിയാട്ടം എന്ന കലാരൂപം വള്ളത്തോൾ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ഈ കലാരൂപത്തിന് മോഹിനിയാട്ടം എന്നുള്ള പേര് ചേരുകയില്ല എന്നും ഇതിനെ കൈരളി നൃത്തം എന്നുള്ള പേരാണ് ഇതിന് ചേരുക എന്നും അദ്ദേഹം നാമനിർദ്ദേശം ചെയ്ത കാര്യം കേരള കലാമണ്ഡല ചരിത്രത്തിൽ ആകമാനമുണ്ട്. പിന്നീടാണ് വീണ്ടും ഇതിന് മോഹിനിയാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് പഴയ ദേവദാസി സമ്പ്രദായത്തിലേക്ക് കൂട്ടിക്കെട്ടിക്കൊണ്ട് ഈ കലാരൂപത്തെ കൂട്ടിക്കെട്ടാൻ ചില പ്രായാധിക്യം വന്ന ചില നർത്തകിമാർ പരിശ്രമിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ അന്നത്തെ കാലത്ത് നവോത്ഥാന നായകനായിട്ടുള്ള വള്ളത്തോൾ ചിന്തിച്ച ചിന്തയുടെ ഒരു കേവല അംശം പോലും ഇന്നത്തെ ഈ നർത്തക സമൂഹത്തിലെ ചില ആളുകൾക്ക് ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇത്തരം സൂചനകളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. കൈരളി നൃത്തം എന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ, കേരളത്തിന്റെ പേരോട് കൂടിയ ഒരു നൃത്തമാണ് മഹാകവി വള്ളത്തോൾ വാഗ്ദാനം ചെയ്തത്. ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഗവേഷണ പ്രബന്ധത്തോടു കൂടിയാണ് ഞാൻ ഈ പറഞ്ഞ വള്ളത്തോൾ സ്ഥാപിച്ച കേരള കലാമണ്ഡലത്തിലൂടെ ഗവേഷണ പ്രബന്ധത്തിലൂടെ പുരുഷന്മാർക്ക് മോഹിനിയാട്ടം പുരുഷവേഷത്തിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കേരള കലാമണ്ഡലത്തിലൂടെ അവതരിപ്പിക്കുകയും 2017 കൂടി എനിക്ക് ഡോക്ടറേറ്റ് PhD എനിക്ക് കേരള കലാമണ്ഡലത്തിൽ ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ വളരെ സത്യസന്ധമായും അഭിമാനത്തോടു കൂടി പറയട്ടെ, ഈ നിൽക്കുന്ന കലാകാരൻ കലാഭവൻ മണിയുടെ എല്ലാ പ്രോത്സാഹനത്തോടു കൂടിയാണ് ഞാൻ ഈ കല പഠിക്കാനായിട്ട് ഇറങ്ങിയത്. എല്ലാ കലയുടെ എല്ലാ അംശങ്ങളും ബിരുദവും ബിരുദാനന്തര ബിരുദവും എല്ലാം ഞാൻ 1ാം റാങ്കോട് കൂടി തന്നെ പഠിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുകൊടുത്തിട്ടുള്ളത്. ഈ സമയത്തൊക്കെ എന്റെ കൂടെ പെണ്ണുങ്ങളും പഠിച്ചിരുന്നു. പിന്നെ എന്തുകൊണ്ട് അവർക്ക് റാങ്ക് കൊടുക്കായിരുന്നില്ല? ഇവിടെ മോഹിനിയാട്ടം എന്ന സാങ്കേതിക രൂപം പരീക്ഷാ ബോർഡിന് മുമ്പിൽ പ്രാക്ടിക്കലായിട്ടും തിയറി ആയിട്ടും കളിച്ച് കാണിച്ചു കൊടുത്തതിന്റെ ഫലമായിട്ടാണ് എനിക്ക് റാങ്കുകളും PhD-യും MPhil-ഉം എല്ലാം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ കേവലമായ ഏതോ ഒരു ചിന്തയിൽ ഇരുന്നു കൊണ്ട് കേരളത്തിന്റെ ഏതോ മൂലയിൽ ഇരിക്കുന്ന ഒരു നർത്തകി, ഇവിടെ പ്രശ്നമുണ്ടായത് ഈ അടുത്ത ഞാൻ എന്താ പറയാ, കേരളത്തില് മോഹിനിയാട്ടത്തില് സംഗീത അക്കാദമി പുരസ്കാരം നേടുന്ന ആദ്യത്തെ പുരുഷ നർത്തകനാണ് ഞാൻ. അതോടൊപ്പം CCRT സീനിയർ ഫെലോഷിപ്പ് നേടുന്ന ആദ്യത്തെ മോഹിനിയാട്ട നർത്തകനാണ് ഞാൻ. അതോടൊപ്പം തന്നെ ദൂരദർശൻ കേന്ദ്രത്തിലെ A ഗ്രേഡ് നേടുന്ന ആദ്യത്തെ മോഹിനിയാട്ട നർത്തകനാണ് ഞാൻ. ഇപ്പോ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ അവിടുത്തെ A-Top എന്ന് പറയുന്ന ഒരു സംഭവത്തിനായിട്ട് ഇന്റർവ്യൂവിൽ പോയപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ കയറുന്നതിന് മുമ്പ് ഞാൻ പോസ്റ്റ് ഇട്ടു, എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം, ഞാൻ A-Top എന്ന് പറയുന്ന ഗ്രേഡിന് വേണ്ടി ഞാൻ ഇന്റർവ്യൂ ബോർഡിൽ കയറാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊക്കെയാണ് ഇവർക്ക് ചുരുക്കുണ്ടാക്കുന്നത്. അതായത് ഇവിടെ ഇത്രമാത്രം മോഹിനിയാട്ട നർത്തകിമാര് ഉണ്ടായിട്ട് കേവലനായ ഒരാണ് മോഹിനിയാട്ടത്തെ ഡിപ്ലോമ, പോസ്റ്റ് ഡിപ്ലോമ, MA, MPhil, PhD, UGC, ദൂരദർശന്റെ ഗ്രേഡ്, സംഗീത അക്കാദമി അവാർഡ്, CCRT ഫെലോഷിപ്പ് ഇതൊക്കെ നേടുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം സംഭവം ഉണ്ടല്ലോ, അതിന് നമ്മൾ വേറൊരു പേര് വിളിക്കും. അതിന്റെ ജൽപ്പനങ്ങളാണ് ഈ കടന്ന് കാണിക്കുന്നത്. അതിലൊന്നും രാമകൃഷ്ണൻ തളരില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഒരു വിഷയം ഒരുപക്ഷെ രാമകൃഷ്ണനെ പരോക്ഷമായി പറഞ്ഞതാണെങ്കിലും ഞാനെന്ന് പറഞ്ഞ വ്യക്തി, ഇവിടെ നിൽക്കുന്ന എന്റെ നർത്തകിമാരായിട്ടുള്ള കുട്ടികളുണ്ട്, അധികം ഭൂരിഭാഗവും കറുത്തിട്ടുള്ളവരാണ്. ഇവർ പറഞ്ഞതുപോലെ കറുത്തിട്ടുള്ള നർത്തകിമാരാണ് ഇവിടെ ഞാൻ ഏതെങ്കിലും രീതിയിൽ ഇവര് വിവേചനം കാണിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ അവരോട് തന്നെ ചോദിക്കണം, ഈ നർത്തകിമാരോട്. ഒരു ഗുരുവിന് പറയാൻ പാടില്ലാത്ത ഈ ഗുരുവിന്റെ കളരിയിൽ കറുത്തതും വെളുത്തതുമായ മക്കൾ പഠിക്കാൻ വരില്ലേ? അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താ അറിയാമോ, എന്റെ ക്ലാസ്സിൽ വരുന്ന കറുത്തുള്ള കുട്ടികളെ ഞാൻ മത്സരത്തിന് പങ്കെടുപ്പിക്കില്ല. അപ്പോ ഇവിടെ മത്സരം മാത്രമാണ് ഇവരുടെ ഉള്ളില്. ഒരു കല പഠിക്കുക എന്ന് പറയുന്ന ഒരു കേവലമായ ആഗ്രഹത്തിന് ഇവിടെ യാതൊരു വിലയുമില്ല. കറുത്തവർ നൃത്തം ചെയ്യണ്ട, കറുത്തവർ കാക്ക പോലെ കറുത്തവർ നൃത്തം ചെയ്യാൻ അർഹതയില്ല. അപ്പോ മറ്റൊരു കാര്യം പറയാണ്, വെളുത്തിട്ട് സുന്ദരന്മാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവര് നൃത്തം ചെയ്തോട്ടെ, അപ്പൊ നമുക്ക് നിലപാടുകൾ വ്യക്തമാണല്ലോ. പിന്നെ ഞാൻ കാല കെട്ടി വെച്ച് നൃത്തം ചെയ്യുന്നത് ഭയങ്കര അരോചകമാണ് പറയുന്ന ആണുങ്ങള്. ഞാനൊരു കാര്യം സത്യസന്ധമായി പറയട്ടെ, നമ്മള് കഥകളിയിലും കൂടിയാട്ടത്തിലും ഈ നൃത്ത സങ്കേതങ്ങൾ അരമണ്ഡലത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ് അത്. സങ്കേതം കഥകളിക്കാരെ കാല് വട്ടത്തിൽ വെക്കുക എന്ന് പറയും. ഇവിടെ ഞങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ വൃത്തിയായി പഠിച്ച് നൃത്തവേദിയിൽ അതിനുള്ള കോസ്റ്റ്യൂം അടക്കം ധരിച്ചിട്ടാണ് ഞങ്ങള് ഈ നൃത്തം ചെയ്യുന്നത്. അല്ലാതെ വിവസ്ത്രനായിട്ട് നഗ്നനായിട്ട് നിൽക്കുമ്പോ കാലാകത്തി വെച്ച് നിൽക്കുകയല്ല ഇവർക്ക് അരോചകത്വം ഉണ്ടാവാൻ. ഇവർ അതിനുള്ളിലൂടെ വേറെ എന്തെങ്കിലും നോക്കി കാണുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല.
കാരണം ഞാൻ അത്യാവശ്യം മേക്കപ്പ് കിട്ടാണ് വരുന്നത്. ചിലപ്പോൾ ആ വശം ചിലപ്പോൾ എന്റെ കറുത്തിട്ടായിരിക്കാം. അപ്പൊ അത് ഇങ്ങനെ സ്കാനിങ് മെഷീൻ പോലെ ഇവര് വേണമെങ്കിൽ സ്കാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ഞാൻ വേദിയിൽ നിൽക്കുമ്പോൾ മനോഹരമായ വസ്ത്രം ധരിച്ച് നൃത്തം ചെയ്യുന്ന ഫോട്ടോസുകൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ മോശമായ കാര്യങ്ങൾ ഇന്ന് കേരളത്തിലെ ഞാൻ എന്ന വ്യക്തിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ വീട്ടിലെ കഴിവുള്ള നിങ്ങളുടെ മക്കള് ചിലപ്പോ വെളുത്തിട്ടുള്ള അച്ഛന്റെയും അമ്മയുടെയും മക്കൾ ചിലപ്പോൾ കറുത്തിട്ടായിരിക്കും. ഇങ്ങനെയുള്ള മക്കളുകൾക്ക് കല പഠിക്കാൻ വേണ്ടി നിങ്ങളൊരു ഗുരുവിന്റെ അടുത്ത് കൊണ്ടുചെന്നപ്പോൾ ഈ കുട്ടി കറുത്തിട്ടാണ് എനിക്ക് വേണ്ടാന്ന് പറയുന്ന ഒരു ഗുരു യഥാർത്ഥ ഗുരുവാണ്. ഇത് വളരെ വ്യക്തമാണ്. ഇത് RLV രാമകൃഷ്ണനെ അല്ലെങ്കിൽ പിന്നീടുള്ള വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ ചില ആളുകൾ ഒരു ഫോക്കസ് രൂപീകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഫലമാണ് ഇത്. ഞാൻ എന്ന വ്യക്തിയെ ഞാൻ സഹിച്ചു. പക്ഷെ കേരള സമൂഹത്തിലെ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്ന കറുത്ത വർഗക്കാരായ കറുത്ത നിറത്തിൽപ്പെട്ട ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, കറുത്ത നിറത്തിൽപ്പെട്ട ആണിനും പെണ്ണിനും മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഈ ഗുരുനാഥയുടെ ഈ വാക്കുകളെ കേരള സമൂഹം ഇന്ന് തള്ളിക്കൊണ്ടാണ് ഈ ഒരു വാർത്തയെ വരവേറ്റിരിക്കുന്നത്. അത് ഞാൻ ഹൃദയത്തോട് ചേർക്കുന്നു. ഈ കലാഭവൻ മണി എന്ന് പറയുന്ന ഈ വ്യക്തി ഈ സ്ഥാപനം വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളെ പോലെ കല പഠിക്കാൻ കഴിയാതിരുന്ന പാവപ്പെട്ട ദളിതരായിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവേഴ്സിന്റെയും കൂലിപ്പണിക്കാരുടെയും മക്കൾക്ക് ഒരിടമാണ് ഇത്. ഇവിടെ എനിക്ക് ഈ സ്ഥാപനം വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ കലാഭവൻ മണിയുടെ ചൂരും ചോരയും എന്നിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ദളിതർക്ക് വേണ്ടി, കറുത്തവർക്ക് വേണ്ടി ഞാൻ കലാഭവൻ മണിയുടെ ശബ്ദമായി മാറുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും ഞാൻ എന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഒരു പ്രകടനമാണ്, നൃത്ത പ്രകടനത്തിലേക്കാണ് കടക്കുന്നത്. മോഹിനിയാട്ടത്തിലെ ആദ്യ നൃത്താവതരണമായിട്ടുള്ള ചൊൽക്കെട്ട്, അതിന്റെ ചുവടുകളാണ് ഇതിൽ പ്രകീർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ നൃത്ത പ്രകടനത്തിലേക്ക് നമുക്ക് കടക്കാം.
പയ്യൻ നിൽക്കുന്നത് മുട്ടിയെ കെട്ടി ഡ്രൈവ് ചെയ്തപ്പോ കൊച്ചു പയ്യനായി അങ്ങനെ ഞാൻ ഭയങ്കര പറഞ്ഞുണ്ട്. വീഡിയോ ഫോട്ടോ അല്ലേ ഫോട്ടോ വെച്ചുതരാം മറ്റേത് ഫോട്ടോ വെച്ചുതരാം
But
പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ കമ്മിറ്റിയുടെ ട്രഷററുമായിട്ടുള്ള സഖാവ് ക്ഷമിക്കണം. ഇന്നിവിടെ ഞാൻ പറയാതെ തന്നെ എൻ്റെ ശിഷ്യഗണങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഒരു ചുവട് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്കൊപ്പം ചെയ്ത് ചെയ്യാം. പ്ലീസ്. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ദൂരസ്ഥലത്തുണ്ട്. സാറിൻ്റെ കോട്ടയം, അമ്പലപ്പുഴ, ഇവിടെ നിന്ന് എനിക്ക് ദക്ഷിണ വയ്ക്കാൻ വേണ്ടി വന്നതാണ് അവർ. ഐക്യദാർഢ്യമൊപ്പം എൻ്റെ കീഴിൽ മോഹിനിയാട്ടം പഠിക്കാൻ ഇത്രയും ദൂരത്ത് നിന്ന് വന്ന അവർ ദക്ഷിണ വയ്ക്കാൻ വേണ്ടി വന്നതാണ്. അവരെ ആദ്യം ക്ഷണിച്ചോളൂ. ഫോട്ടോ എടുക്കാൻ പറ്റും. നമുക്ക് ആണുങ്ങളാണ് മോഹിനിയാട്ടത്തിന് വേണ്ടാന്ന് പറഞ്ഞപ്പോ ആണുങ്ങൾ തന്നെയാണ് പഠിക്കാൻ എത്തിയത്. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി അവർക്ക് പഠിപ്പിക്കുന്ന രീതിയിൽ ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ ഒരു സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കുകയാണ്. കേറിക്കുന്നു. ഇരിക്കാം. നമ്മുടെ ഇതിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അപ്പം പ്രതിനിധി എന്നുള്ള രീതിയിൽ ശ്രീജ ടീച്ചറുണ്ട്. അപ്പൊ പിന്നെ അതെല്ലാം കഴിഞ്ഞു. ഇവരും കൂടെ ഈ സമരത്തിന്റെ ഭാഗമാവുക. ഈ പ്രതിഷേധ സമരത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ ഡയറക്ടർ സഖാവ് സെന്തിൽകുമാർ സംസാരിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് VK സനോജന് ഡിവൈഎഫ്ഐയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രശസ്ത കവി നല്ലൂർ ചന്ദ്രശേഖരൻ, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത MS, CPIM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ, PKS ചാലക്കുടി ACSC K ശശി, കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായ ഡെനീസ് ആന്റണി, ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് R ശ്രീരാജ്, ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം KS റോസിരാജ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മനീഷ് കുമാർ, ചാലക്കുടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ ഈ പരിപാടികളിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും, അതുപോലെ തന്നെ RLV രാമകൃഷ്ണൻ അദ്ദേഹത്തെയും ഏറെ ആദരവോടുകൂടി ഡിവൈഎഫ്ഐക്ക് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും അറിയാവുന്നതാണ്. ഈ പ്രതിഷേധ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു.